ജ്ഞാനത്തിൻ്റെയും സംഭാഷണങ്ങളുടെയും പ്രഭാഷണങ്ങളുടെയും കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ മർമ്മം അറിഞ്ഞ മഹാപ്രതിഭാശാലിയായ E.P. രാജഗോപാലൻ മാഷിൻ്റെ എഴുത്തുവഴികൾ ഒരു ദിവസം കൊണ്ട് ഹ്രസ്വമായ രീതിയിൽ പരിശോധിക്കാൻ ശ്രമിക്കുന്ന ഇന്നലെ ഈ പരിപാടിയുടെ 4ാമത്തെ സെഷനാണിത്. അപ്പോൾ ഇന്ന് പരിശോധിക്കുന്ന വിഷയം, അല്ലെങ്കിൽ ഇപ്പോൾ പരിശോധിക്കുന്ന വിഷയം നടന്നു പോകുന്ന എഴുത്തിൻ്റെ ഗ്രാമങ്ങൾ എന്നാണ് ഘോഷമുള്ളത്. അത് കവിതയുടെ ഗ്രാമങ്ങൾ എന്ന പുസ്തകം എന്ന വിഷയമാണ്. നമുക്കറിയാം, തൻ്റെ വാക്കുകൾക്ക് പിന്നാലെ നടന്ന് കേരളത്തിലെ വായനക്കാരുടെ മനസ്സിൽ, കേരളത്തിൻ്റെ മനസ്സിൽ, നമ്മുടെയൊക്കെ ജീവിത ചിന്തകളിൽ സാന്നിധ്യം ഓർപ്പിച്ചിട്ടുള്ള E.P. രാജഗോപാലൻ മാഷിന്റെ രചനകളെക്കുറിച്ച് പരിശോധിക്കുന്നതിനായിട്ട് നമുക്കിവിടെ വളരെ നല്ലൊരു വയസ്സാണുള്ളത്. ആദ്യം എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ സെഷനിൽ ഇവിടെ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് മോഡറേറ്ററായിട്ട് പരിപാടി നിയന്ത്രിക്കുന്നത് നമ്മുടെ സന്തോഷ് കുമാർ മാഷാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉത്തര മലബാറിലെ പണ്ഡിത ശ്രേഷ്ഠനായിട്ടുള്ള A.M. ശ്രീധർ മാഷുണ്ട്. അദ്ദേഹം ഈ പരിപാടിയുടെ ഈ സെഷനിലെ കാര്യങ്ങൾ ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഡോക്ടർ D.P.B. മുസ്തഫയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പ്രഭാഷണ രംഗത്തും അതുപോലെ സാഹിത്യ സാംസ്കാരിക രംഗത്തും നടന്നു നിൽക്കുന്ന ഡോക്ടർ D.P.B. മുസ്തഫയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലയാള സർവകലാശാല കേരള കേന്ദ്ര സർവകലാശാലയിലെ മലയാള വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് സജീവമായിട്ട് ഇടപെടുന്ന ഡോക്ടർ സിന്ധു കേക്കാനിൽ ടീച്ചറാണ്. ടീച്ചറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഒറ്റ വാരത്തിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്നു. നടന്നു പോകുന്ന വാക്ക് അതുപോലെ തന്നെ വായനക്കാരുടെ രാജ്യഭാരം കഴിഞ്ഞ് ഗ്രാമങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. സമയം അത്ര അനുകൂലമല്ല, വാക്കിന് അല്പം വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് മോഡറേറ്റർ എന്ന നിലയിൽ നമ്മുടെ പാനൽ അംഗങ്ങളെ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നേരത്തെ സെഷനിൽ ശ്രീ മാഷ് ഇടയ്ക്കിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എനിക്ക് ചെയ്യേണ്ടി വരില്ല എന്ന് വിചാരിക്കുകയാണ്. മാത്രമല്ല, ഇരിക്കുന്നവരൊക്കെ വളരെ ശ്രീധരൻ്റെ ക്രിസ്ത്യാനിയാണ്, എൻ്റെ നാട്ടുകാരനാണ്. എഴുത്തിൻ്റെ ഗ്രാമങ്ങൾ എന്ന സെഷൻ പ്രധാനമായും E.P. രാജഗോപാലൻ മാഷുടെ എഴുത്തിലെ ഗ്രാമീണതയെ അന്വേഷിക്കുന്ന സെഷനാണ് എന്ന് മൊത്തത്തിൽ പറയാമെങ്കിൽ പോലും ഒരുപക്ഷെ ഈ പരിപാടിയുടെ മൊത്തം ടൈറ്റിലായി വരാവുന്ന, ശീർഷകമായി വരാവുന്ന ഒരു കാര്യമാണ് എഴുത്തിലെ ഗ്രാമങ്ങളിൽ ഞാൻ വിചാരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ സിംഹഭാഗവും ഗ്രാമങ്ങളുമായി ചേർന്ന് നിൽക്കുന്നവയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ പുസ്തകം, സ്വപ്നവചനത്തിന് ശേഷം വന്ന ആദ്യത്തെ പുസ്തകം കവിതയുടെ ഗ്രാമങ്ങൾ എന്നത് പോലും കവിതയിലെ ഗ്രാമസ്ഥലികളെ അന്വേഷിക്കുന്നവയാണ് എന്ന് ഒരർത്ഥത്തിൽ പറയാം. അദ്ദേഹം അടിമുടി ഒരു ഗ്രാമീണനാണ്. അദ്ദേഹം പാൻറ്റും ഒക്കെ ഇടും, ടീഷർട്ടൊക്കെ ഇടും. എങ്കിൽ പോലും കൃത്യമായി ഒരു ഗ്രാമീണനാണ് എന്ന് പറയുന്നതിന് അദ്ദേഹത്തിൻ്റെ കുറേ കാലമായുള്ള ഒരു സന്തത സഹചാരി, ഒരു കൂടെ നടപ്പുകാരൻ എന്ന നിലയിൽ ധൈര്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെയുള്ള സെഷനിൽ ഡോക്ടർ രേണുക സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പേരുകൾ മാറ്റങ്ങൾ എന്ന പുസ്തകത്തിലെ ഓരോ അധ്യായവും
അദ്ദേഹത്തിൻ്റെ ഇതര കൃതികളിലേക്കുള്ള പടികൾ, ചവിട്ടുപടികൾ ആണ് എന്ന നിലയിലൊക്കെ കാണാൻ പറ്റും. ഈ ഓരോ അധ്യായത്തിലും കൃത്യമായി ആദ്യം ചന്തേരയിൽ നിന്ന് തുടങ്ങുന്ന അധ്യായം മുതൽ, ചന്തേര എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, കുന്തേര ചന്തേരക്കാരനാണ് എന്നാണ്. നിലവിൽ കുന്തേരയെ കുറിച്ച് പറയുമ്പോൾ ചന്തേരക്കാരനാണ് അദ്ദേഹം എന്ന് പറയുന്നതിന് അദ്ദേഹത്തിന് കേവലമായ പ്രാസം മാത്രമല്ല സഹായകമാവുന്നത് എന്ന് നമുക്കറിയാം. കാരണം ലോകത്തിലെ എല്ലാ എഴുത്തുകാരും ഗ്രാമീണമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നും ഉയർന്നു വന്നവരാണ് എന്ന് ഒരുപക്ഷെ നമുക്ക് അതിൽ നിന്ന് ഊഹിക്കാൻ പറ്റും. അതുപോലെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, നടന്നു പോകുമ്പോൾ, ചിലപ്പോൾ നടന്നു പോകുന്ന സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്ന കാര്യം, ഈ സ്ഥലങ്ങളൊക്കെ എൻ്റേതാണെന്ന് തോന്നും. അങ്ങനെ തോന്നാൻ മാത്രമുള്ള ഒരു വിശാലത അദ്ദേഹത്തിൻ്റെ എഴുത്തിലും നമ്മൾ കാണുന്നു. അത് എത്ര ചെറുതായാലും അതിനെ സ്വന്തമായി ഒരു സ്വന്തക്കാരനെ പോലെ കാണുന്ന, പുല്ലുകളെ പോലെ. ഈ റെയിൽവേ സ്റ്റേഷനുകളിലെ, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലുള്ള റെയിൽവേ സ്റ്റേഷനുകൾ, ചന്തേര പോലുള്ള, പള്ളിക്കര പോലുള്ള റെയിൽവേ സ്റ്റേഷനുകളിലെ കുറിച്ചുള്ള വർണ്ണനകളൊക്കെ നമുക്ക് ആ പുസ്തകത്തിൽ കാണാം. അതിൽ പുല്ലുകൾ തലയാട്ടുന്ന, കടന്നു പോകുന്ന തീവണ്ടിക്കൊപ്പം ഉള്ള കാറ്റിനനുസരിച്ച് തലയാടുന്ന പുല്ലുകളെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിലായാലും ഈ ചരാചരങ്ങളെ മുഴുവൻ സ്വന്തമായി കാണാനുള്ള, ഞാൻ തന്നെയായി കാണാനുള്ള എളിമ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ പാനലിസ്റ്റുകളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഡോക്ടർ എ എം ശ്രീധരൻ, അദ്ദേഹത്തെ കാഞ്ഞങ്ങാടുകാർക്ക് പരിചയപ്പെടുത്തുന്നത് കടന്നു കഴിയാണെന്നറിയാം. സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡിൻ്റെ ആ പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം ഇപ്പോൾ കണ്ണൂർ സർവകലാശാലയുടെ ഭാഷാ വൈവിധ്യ പഠന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്. ഞങ്ങൾ തൊട്ടടുത്ത എഴുത്തുകാരാണ്. എൻ്റെ ബാല്യകാലം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആണ് കുറേയധികം ചെലവഴിച്ചിട്ടുള്ളത്. അദ്ദേഹമാണ് നമ്മുടെ പാനൽ ചർച്ചയിൽ ആദ്യമായി സംസാരിക്കുന്നത്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ലിപിയുടെ ഉൾക്കഥ എന്ന കഥാ പഠന ഗ്രന്ഥം മഹാകവി പി സ്മാരകത്തിൽ വെച്ച് ആണ് പ്രകാശനം ചെയ്തത്. ആ പ്രകാശനത്തോടനുബന്ധിച്ച് ആ പേരിൻ്റെ ഉൽപ്പത്തി എങ്ങനെയായിരിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു നിരീക്ഷണം അവതരിപ്പിക്കുകയാണ്. ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും ആകസ്മികമായിട്ടായിരിക്കാം ഒരേ നാട്ടുകാരാണ്. സന്തോഷിൻ്റെയും എൻ്റെയും വീട് ഒരു 1/2 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ്. മുസ്തഫ തൃക്കരിപ്പൂരിലാണെങ്കിൽ ജീവിതത്തിൽ ഏറെ കാലവും തടിയങ്കോവിലും മുതുനൂരിലും ഒക്കെ ആയിട്ടാണ് വളർന്നത്. എൻ്റെ രാഷ്ട്രീയ കളരിയായിട്ട് കണ്ടത്. സിന്ധു പയ്യന്നൂർ കയറിയ വളരെ ദൂരെയല്ല. ഇ.പി. രാജഗോപാലൻ്റെ തറവാട്, അമ്മ വീട് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 3/4 കിലോമീറ്റർ മാറിയിട്ടാണ്. ഇ.പി.യുടെ ഉൾക്കഥ എന്നുള്ള പുസ്തകത്തിൻ്റെ പ്രകാശന സന്ദർഭത്തിൽ ഇവിടെ
രവിയേട്ടനും രവിയേട്ടൻ്റെ ഭാര്യ ചന്ദ്രികയുമുണ്ട്. ഈ പിയുടെ അടുത്ത ബന്ധുക്കളാണ്. അവരൊക്കെ ഓർമ്മിക്കുന്ന ഒരു കാര്യം, ഞങ്ങളുടെ ഒരു വലിയ കർഷക ബിംബമായിരുന്നു പട്ടേൽ. ഈ പിയുടെ അമ്മയുടെ അച്ഛനാണ്. എൻ്റെ മുമ്പിൽ ഇപ്പോഴും ദീർഘാതായനായിട്ടുള്ള തെരുവ് മുണ്ടെടുത്ത് നിരന്തരം തൻ്റെ വീട്ടുപറമ്പിലും വയലിലും ഒക്കെ കൃഷിപ്പണി ചെയ്യുന്ന പട്ടേലുണ്ട്. ഈ പിയുടെ അമ്മാവനുണ്ട്, ഗോപിയേട്ടൻ. ഈ ഗോപിയേട്ടനാണ് വയലിൽ ഈ കീടങ്ങൾ വന്നു കഴിഞ്ഞാൽ കീടനാശിനി അടിക്കുക. രാവിലെ ലുങ്കി കൊടുത്ത് ചുണ്ടത്തൊരു ബീഡിയുമായി തലയിൽ കെട്ടി എൻട്രി നിറച്ച വലിയ പാത്രമുണ്ടല്ലോ, ഇത് എടുത്തു പോകുന്ന ഗോപിയേട്ടൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും പാടങ്ങളൊക്കെ ഇല്ലാതായി, അതൊക്കെ തെങ്ങിൻ പറമ്പുകളായിട്ട് മാറി പട്ടേകൾക്ക് ശേഷം. ആ കാലഘട്ടത്തിൽ ഈ ചന്ദ്രികയുടെ അച്ഛനും സ്കൂൾ അധ്യാപകനായിരുന്നെങ്കിലും വലിയ കൃഷിക്കാരനായിരുന്നു. മാഷിയുടെ കൂടെ മക്കളെല്ലാവരും പാനിയെടുത്തിട്ട് വയലിലേക്ക് വെള്ളമൊഴിക്കാൻ പോകുന്ന ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. നട്ടിക്ക് വെള്ളമൊഴിക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് പൂലോത്തിൻ്റെ താഴെ എൻ്റെ അച്ഛനും ഞങ്ങളൊക്കെ ഉണ്ടാവും, മറുഭാഗത്ത് കുഞ്ഞിരാമ മാഷും മക്കളും ഉണ്ടാവും. ഇങ്ങനെ വലിയൊരു കാർഷിക പാരമ്പര്യം ഈ പിയുടെ കുടുംബത്തിന് ഉണ്ട്. ഈ മുത്തശ്ശൻ ചെയ്തിരുന്നത് വയലിൽ തെങ്ങ് വെക്കുക എന്നുള്ളതായിരുന്നില്ല. അതൊക്കെ ഒറ്റ വിള നിലങ്ങളാണ്. ഈ ഒറ്റ വിള നിലത്തെ കുഴിച്ചിട്ട് 2 വിള നിലമാക്കും. ചിലപ്പോൾ അത് 3 വിള നിലവും ആക്കും. ഇപ്പൊ ഭൂമി കുഴിച്ച് 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 അതിനെ എങ്ങനെ വീണ്ടും വീണ്ടും കൃഷിയോഗ്യമാക്കി മാറ്റാം എന്ന ഒരു കാർഷികാവബോധം, കാർഷിക സംസ്കാരാവബോധം ഇതിൽ ജന്മസിദ്ധമായിട്ട് തന്നെ ഉണ്ടായതിൻ്റെ ഫലമായിരിക്കണം ഈ വാക്കുകളെ കുഴിച്ച് കുഴിച്ച് ജീവിതത്തിൻ്റെ ഫലനെ തേടാൻ എനിക്ക് ശ്രമിച്ചത് എന്ന് എൻ്റെ അനുഭവങ്ങളിലൂടെ എനിക്ക് തോന്നാറുണ്ട്. മറ്റൊരു കാര്യം എനിക്ക് നേരത്തെ പറഞ്ഞു, നേരത്തെ ഇവിടെ ഇപ്പിന്റെ പുസ്തകത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു, കിനാത്തിൽ സാംസ്കാരിക വായനശാലയെ കുറിച്ച്. ശരിക്കും ഞങ്ങളുടെ സ്കൂൾ കിനാത്തിൽ സാംസ്കാരിക വായനശാലയായിരുന്നു. ഞങ്ങളുടെ സ്കൂൾ തന്നെ ഞങ്ങളുടെ പുസ്തകങ്ങൾ വായിച്ചത്, ഞങ്ങൾ എഴുത്തുകാരെ കുറിച്ച് അറിഞ്ഞത്, ഞങ്ങൾ വയലിൽ വീടും എന്നുള്ള പരിപാടികൾ, കൃഷി സംസ്കാരത്തെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയത് അന്ന് ഏറെ പ്രസിദ്ധമായിരുന്ന ഇല്ലുസ്ട്രേറ്റഡ് വീക്കിലിയൊക്കെ ഞങ്ങൾ കണ്ടത് ഈ വായനശാലയിൽ വെച്ചിട്ടായിരുന്നു. EMS സ്മാരക വായനശാല ഞങ്ങളാക്കി മാറ്റിയത് ഈ വായനശാലയായിരുന്നു. അതില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വേറെ ഏതെങ്കിലും വഴിയിലൂടെ പോകുമായിരുന്നു. കേളു എന്ന നാടകത്തിന്റെ രചയിതാവാണ് ഈ പി. അഭിനയം ഏത് നിലയിലും വലിയ വശമല്ലാത്ത ഒരാളും ആണ് രാജഗോപാൽ. ഈ പി അവിടെ ജ്വാല തിയേറ്റേഴ്സ് ഉണ്ട്. എങ്ങനെ ഈ നാടകാവബോധം ഈ പിയിൽ വരുന്നു? ഇന്ന് മലയാളികൾ ഉള്ളയിടത്തെല്ലാം പ്രസിദ്ധമാണ് ജ്വാല തിയേറ്റേഴ്സ്. ഈ ജ്വാല തിയേറ്റേഴ്സുമായിട്ടുള്ള ബന്ധം, കരിയങ്കോല് മനീഷ തിയേറ്റേഴ്സുമായിട്ടുള്ള ബന്ധം, അവിടെ ഒരു വായനശാലയുണ്ട്.
കൈരളി വായനശാല. ഇങ്ങനെ ഈ കൃഷിയുമായിട്ടും ജീവിതത്തിലെ പൊതു ഇടങ്ങളുമായിട്ടും വലിയ ബന്ധം, അല്ലെങ്കിൽ ഇപിയെ വളർത്തിക്കൊണ്ടുവന്നത്, ഇപിയെ രൂപപ്പെടുത്തിയത് ഈ പൊതുസ്ഥലികളായിരുന്നു. മനുഷ്യ ജീവിതത്തിന് ജൈവോർജം നൽകുന്ന ഈ പൊതുസ്ഥലികളായിരുന്നു ഇപി എന്ന മനുഷ്യനെ രൂപപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങള് ഒറ്റക്കോലത്തിന് നാട്ടിലെ അരയാലിത്തറയിലേക്ക് പോകും. അവിടെ തൊട്ട് എത്രയോ ചായക്കടകൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ, വീട് തീർക്കുന്ന കേന്ദ്രങ്ങളുണ്ടായി. ഇതൊക്കെ ഇപിയുടെ രചനയിലേക്ക് കടന്നു വരുന്നത് സൂക്ഷ്മമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതൊക്കെ കടന്നു ഇവിടെ അന്യത്ര ചന്തേര റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറഞ്ഞു, KSRTC ടിക്കറ്റ് ശേഖരണത്തെ കുറിച്ചാണ് ഇപി എഴുതുന്നത്, ചായക്കടകളെ കുറിച്ചാണ് എഴുതുന്നത്, ഉത്സവ പറമ്പുകളെ കുറിച്ചാണ് എഴുതുന്നത്. ഇനി പൊതുസ്ഥലം കേന്ദ്രീകൃതമായിട്ടുള്ള പൊതു സംസ്കാരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു എഴുത്ത് രീതി രൂപപ്പെടുത്താൻ ഇപിക്ക് പ്രേരകമായത് യഥാർത്ഥത്തിൽ ഈ ജന്മം കൊണ്ട് നിരന്തരം ഇടപെട്ട ഇത്തരം സാഹചര്യങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഇപി കവിതയുടെ ഗ്രാമങ്ങൾ എന്നുള്ള കൃതിയുടെ ആമുഖത്തിൽ പറയുന്നുണ്ട്, ഈ രചനയുടെ എന്റെ പുസ്തകത്തിന്റെ മട്ട് കണ്ട് ചില ഇതിന്റെ രീതി ഇന്നതാണ്, ഇതിന്റെ ഗാനരീതി ഇതിന്റെ മട്ട് സംവാദത്തിൻ്റെതാണ്, ധ്യാനാത്മകതയുടേതല്ല എന്ന്. സാഹിത്യത്തിന് രണ്ട് പാരമ്പര്യങ്ങളുണ്ട്, ധ്യാനാത്മക പാരമ്പര്യവുമുണ്ട്, സംവാദാത്മക പാരമ്പര്യവും ഉണ്ട്. എന്തുകൊണ്ട് ഇപി ഒരു സംവാദാത്മക പാരമ്പര്യത്തിന്റെ വക്താവാകുന്നു എന്നുള്ളതിന്റെ അടയാളം കൂടിയാണ്. പക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത്, ഈ ഒരു സംവാദാത്മക സ്ഥലമുണ്ടല്ലോ, ഇപിന്റെ കൃതികൾ മുന്നോട്ട് വെക്കുന്ന, ഇപിന്റെ പ്രഭാഷണങ്ങൾ മുന്നോട്ട് വെക്കുന്ന, ഇപിന്റെ നർമ്മങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു സംവാദാത്മകത, ആ സംവാദാത്മക തലത്തെ മലയാളികൾ വേണ്ട രീതി, നമ്മുടെ കലാശാലകളോ നമ്മുടെ വായനക്കാരോ ആരും തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇപിയുടെ കൃതികൾ വായിച്ച് അറിയേണ്ടുന്നവയല്ല. MT വായനക്കാരൻ എന്നുള്ള കൃതിയിൽ അതിന്റെ തുടക്കത്തിൽ ഇപി പറയുന്നു, ഒരു വായനക്കാരൻ എന്ന് പറയുന്നത് ഒരു വായിച്ചു മാത്രം, വായന എന്ന് പറയുന്നത് അതില് കാഴ്ചയുണ്ട്, അതിൽ ഗന്ധമുണ്ട്, അത് നമ്മൾ പുസ്തകത്തെ മണത്തു നോക്കുന്നതിനെ കുറിച്ചൊക്കെ ഇപി എഴുതിയത് എനിക്കിപ്പോൾ ഓർമ്മയാണ്. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിലും ഒരാൾ എഴുതുമ്പോൾ അയ്യോ ഞാനത് മറന്നുപോയതാണല്ലോ, ഇങ്ങനെയൊരു സംഗതി ജീവിതത്തിൽ ഉണ്ടല്ലോ എന്ന് ഓർക്കുന്നത് ആ സന്ദർഭത്തിലാണ്. ഇങ്ങനെ നമ്മൾ ഓർമ്മകളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ പാരമ്പര്യത്തിന്റെ സദംശങ്ങളെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട്, ഭൂതകാലത്തിന്റെ കുളിര് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിന് വർത്തമാന കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള വിധത്തിൽ അവയെ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഭാവിയിലേക്ക് സംക്രമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ ഒരാൾക്ക് സാധിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഒരു നിരൂപക ധർമ്മം എന്താ പറഞ്ഞ ഒരു സാംസ്കാരിക വിമർശകന്റെ ധർമ്മം യഥാർത്ഥത്തിൽ നിറവേറ്റപ്പെടും. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം,
ഞങ്ങളൊക്കെ കോളേജുകളിലും സർവകലാശാലകളിലൊക്കെ അധ്യാപകന്മാരായ ആൾക്കാരാണ്. നിരൂപണത്തിന്റെ രീതികൾ പരിശീലിച്ചിട്ടുള്ളവരാണ്. ഇപി വളരെ കഠിനമായിട്ട് പരിശ്രമിച്ചിട്ട് നിരൂപകനായതാണ്. കണ്ണൂര് പഴയ ബസ് സ്റ്റാൻഡിന്റെ മൂലയിൽ ടി.പി. സുകുമാരൻ മാഷോടൊപ്പം സ്വറപറഞ്ഞിരിക്കുന്ന അന്നെന്താണ് പറഞ്ഞത് നമുക്കറിയില്ല. ടി.പി. എന്നോട് തന്നെ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്, നിരൂപകനാവണമെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പത്തിലൊന്നും പറ്റില്ല, ആ കല അഭ്യസിക്കണമെന്ന കുറച്ച് പാടും. ടി.പി. സുകുമാരൻ മാഷും പറയും. ടി.പി. സുകുമാരൻ മാഷ് പറഞ്ഞൊരു വാചകമുണ്ട്, നമ്മളൊക്കെ അങ്ങനത്തെ കത്തി നിൽക്കുന്ന നിരൂപകന്മാരുണ്ട്, അവരെ വെച്ചുകൊണ്ട് ഒരു തവണ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഗെയ്ഷിപ്പ് നിഷേധിക്കപ്പെട്ടൊരു സന്ദർഭം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളൊക്കെ പഞ്ചമന്മാരല്ലേ എന്ന് മാഷ് പറയുമായിരുന്നു. ഈ പഞ്ചമത്വം എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ടൊരു കാര്യമല്ല എന്ന് അറിയുന്നവരാണ് നമ്മൾ. പൊട്ടൻ തെയ്യത്തിന്റെ പുരാവൃത്തത്തിൽ ഒരു ചണ്ടാലനുണ്ടല്ലോ. ഈ ചണ്ടാലനാണ് ശങ്കരാചാര്യരെ ചോദ്യം ചെയ്തത്. പിന്നീട് നമ്മുടെ ജാതി മേധാവിത്വത്തിന്റെ ഫലമായിട്ട് ഈ ചണ്ടാലൻ ശിവനാണ് എന്നൊരു വ്യാഖ്യാനം കൊണ്ടുവന്നു. തോറ്റൂടല്ലോ ചണ്ടാലന്റെ മുന്നിൽ. ഈ ചണ്ടാലന്റെ പേര് അലങ്കാരൻ എന്നാണ്. ഇവിടെ നമ്മൾ ഇതിന്റെ അടുത്ത് പുളിമത്തിന്റെ അടുത്ത് ആണ് അദ്ദേഹത്തിന്റെ. ഞങ്ങളുടെ നാട്ടു വീട്ടിന്റെ അടുത്തൊക്കെ എന്റെ അലങ്കാരൻ എന്ന് പറഞ്ഞിട്ട് കളിയാക്കിട്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ കരിപ്പിച്ചിയൊക്കെ വിളിക്കുന്നവരുണ്ട്. എന്റെ അലങ്കാരൻ എന്ന് പറഞ്ഞാൽ വളരെ തന്ത്രപൂർവ്വം കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് ഈ അലങ്കാരൻ എന്നുള്ള പ്രയോഗം ഞങ്ങളുടെ നാട്ടിൽ വന്നത്. യഥാർത്ഥത്തിൽ ഈ ചണ്ടാലന്റെ ധർമ്മമാണ് ഈ നിർവഹിച്ചത്. നിലവിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള എഴുത്ത് രീതികളോട് അദ്ദേഹം കലഹിക്കുകയായിരുന്നു. ഒരു വാക്ക് ഞാൻ പറയുന്നത് അല്പം കടന്നു കൈയായി പോവെങ്കിലും പറയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. മുണ്ടശ്ശേരിയെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നൊരു വാക്കുണ്ടല്ലോ, യുഗപ്രഭാവന്റെ ധർമ്മം എന്ന് പറയുന്നത്. ഞാൻ വാഴ്ത്താൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. ഒരു യുഗപ്രഭാവൻ ചെയ്യുന്നത് തന്റെ കാലഘട്ടത്തിൽ ചിട്ടപ്പെട്ടിട്ടുള്ള എല്ലാത്തിനെയും ഒന്ന് പൊളിച്ചു പണിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ നിരന്തരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതിനെ കുറിച്ചും അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ടുള്ള നിലപാടുണ്ട്, സ്വതന്ത്രമായിട്ട് അഭിപ്രായമുണ്ട്, വ്യാഖ്യാനശീലങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വിദ്വാൻ ലീഗുകാരുടെ സിമ്പോസിയം നടത്തുകയുണ്ടായി. ഇപ്പൊ നായന്മാരാരും തന്നെ ഇ.ടി.യെ വെള്ളിക്കൊത്ത് കേട്ടില്ല എന്ന് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പടുത്ത നായന്മാർ കാരണം ഇ.പി. വിദ്വാൻ കേളുനായരെ കുറിച്ച് നാടകം എഴുതിയിട്ട് അതിന് കേളു എന്ന് പേരിട്ടു. എന്താ കേളു നായർ എന്ന് പേരിടാറുള്ളത്? കേളുനായർ എന്തുകൊണ്ട് പേരിട്ടില്ല? വളരെ മോശപ്പെട്ടൊരു കാര്യമാണല്ലോ അദ്ദേഹം ചെയ്തത്. കേളുനായരുടെ ഭാര്യയുടെ അച്ഛനായിട്ടുള്ള ധർമ്മൻ നായരെയാണ് അദ്ദേഹം ഒരു പരിഹാസ്യ കഥാപാത്രമാക്കിയിട്ട് ആ നാടകത്തിലെ കൊണ്ടുവരുന്നത്. ജാതി മേധാവിത്വത്തിന്റെ കോമനമായിട്ട് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നു. ഇതൊന്നും ഇനിയും രുചിക്കാത്തൊരു ഒരു ലോകക്രമം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിനോട് എതിരിടുകയാണ് യഥാർത്ഥത്തിൽ ഇ.പി. ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം ഞാൻ പറയാം. നേരത്തെ ഇ.പി. കോയിൻ ചെയ്ത വാക്കുകളെ കുറിച്ച് മോഹൻ മാഷൊക്കെ പറഞ്ഞല്ലോ. തിയേറ്റർ എന്ന് പറയും. നമുക്കൊക്കെ തിയേറ്ററാണ്.
ഇപ്പൊ കൊണ്ടുവന്ന ഒരു വാക്കാണ് തെയ്യേറ്റം. തെയ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള രചനയാണ്. കേരളത്തിലെ എല്ലാ ഫോക്ലോർ പണ്ഡിതന്മാരുടെയും ഫോക്ലോറിനെ കുറിച്ചുള്ള നിർദ്ധാരണങ്ങളെ അതിവർത്തിക്കുന്ന ഒരു പഠന ഗ്രന്ഥമാണ്. ഈ പുസ്തകത്തിലാണ് അദ്ദേഹം പറയുന്നത് തെയ്യേറ്റർ എന്ന് പറയുന്ന പുതിയൊരു പ്രയോഗം കൊണ്ടുവരുന്നു. തീർന്നില്ല. അവിടെ പറയുക കേരളീയന്റെ ആഠ്യകല, ക്ലാസിക് കല തെയ്യമാണ്. ഇത് പണ്ടത്തെ ഇപ്പോഴും ഉണ്ടല്ലോ, ഇപ്പോഴും അതാണല്ലോ ശക്തി പ്രാപിക്കുന്നത്. ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ ഒരു കാലഘട്ടത്തിൽ അല്ലെ ഇപ്പൊ തിരിച്ച് കൊണ്ടുവരുന്ന ബ്രാഹ്മണ മേധാവിത്വം അതിന്റെ വക്താക്കളുണ്ടല്ലോ. അവര് ഈ പുസ്തകം വായിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വായിച്ചിരുന്നെങ്കിൽ ഈ പിന്നെ നടക്കാൻ വേണ്ടി വിടില്ല, ചെന്നിൽ മാഷെ പോലെ. അവിടെ ഈ പറയുന്നത് തെയ്യം എന്ന് പറയുന്നത് കേരളീയന്റെ ക്ലാസിക് കലാരൂപമാകുന്നു. എന്തുകൊണ്ട്? ഒറ്റ വാചകത്തിൽ പറയാം, അവന്റെ രൂപ, വർണ്ണ, നാദബോധങ്ങളെ സമന്വയിച്ചിട്ടുണ്ട് ഈ കൃതിയിൽ. വെളിയിലുള്ളതല്ല, ദേശീയായിട്ടുള്ള ഇത്തരം മനുഷ്യാവസ്ഥകളുടെ സാഹചര്യതയെയാണ് നമ്മൾ നമ്മുടെ കലാരൂപത്തിൽ ശ്രദ്ധിക്കേണ്ടുന്നത്. അത് കൃത്യമായും ഈ കൃതിയിൽ അല്ലെങ്കിൽ ഈ കലാരൂപത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ എല്ലാ മേഖലകളിലും സഞ്ചരിച്ചു. ഇപ്പൊ നിങ്ങൾ അപ്പൊ പറയും ഇ പി നിരൂപകനാണ് എന്ന്. ആയിക്കോട്ടെ, ഇ പിയുടെ കൃതികൾ വായിച്ചു കഴിഞ്ഞാൽ അത് കവിതയാണെന്ന് മറ്റൊരാൾ പറയും. ഒരു നോവലല്ലേ ഇ പിയുടെ കൃതി? ആണ്. കഥകളല്ലേ? ആണ്. ഇപ്പൊ മണ്ണടി ജാനകി എന്നുള്ള ഒരു അനുഭവക്കുറിപ്പ് നമ്മൾ വായിക്കുന്നു. ഇപ്പൊ ഈ സ്കൂളിലേക്ക് പോയ ഒരു രക്ഷാകർത്തൃ സമിതിയിലൊക്കെ ഒരു പെണ്ണുങ്ങളാണ്. നമ്മുടെ പുതിയ മിത്തുകളെ സൃഷ്ടിക്കുന്നു. ഇപ്പൊ മാർക്സിനെ വിശകലനം ചെയ്യുന്നു, ഇപ്പൊ ഏംഗൽസിനെ വിശകലനം ചെയ്യുന്നു. അവിടെയും ഇപ്പൊ അന്വേഷിക്കുന്നത് ഇവരിലെ ഗ്രാമീണതയാണ്. ഈ ഗ്രാമബന്ധമുക്തമായിട്ടുള്ള ഒരു ജീവിതം സാധ്യമാണോ എന്നുള്ളൊരു വലിയ ചോദ്യം ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നുണ്ട്. പരിസ്ഥിതിവാദികളൊക്കെയാണല്ലോ നമ്മൾ. ഒരു 3-4 വർഷം മുമ്പ് ആസ്ട്രേലിയയിൽ ഒരു സമരം നടന്നു. ഈ സമരം നടത്തിയത് പുതിയ തലമുറയിലെ കുട്ടികളാണ്, 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. അവര് സമരം ചെയ്തത് ഭരണകൂടത്തോടായിരുന്നില്ല, തങ്ങളുടെ അപ്പൂപ്പന്മാരോടും സ്വന്തം അച്ഛനോടും അമ്മയോടും ഒക്കെയായിരുന്നു. നിങ്ങളെ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു. എന്തുകൊണ്ട്? നിങ്ങൾ ആണ് ഞങ്ങളുടെ ഈ അധിവാസ കേന്ദ്രത്തെ, ഈ ആവാസ വ്യവസ്ഥയെ ഈഴ്മേൽ മറിച്ചത്. ഇങ്ങനെ നമുക്കെതിരെ സമരം ചെയ്യുന്ന, നമ്മുടെ മക്കൾ സമരം ചെയ്യുന്ന ഒരു ലോകക്രമം ഇവിടെ സംജാതമായേക്കും. ഒരു 25 വർഷം മുമ്പാണ് ഈ പി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയ ഒരു ലേഖനത്തിൽ ഞാൻ പല സ്ഥലത്തും ഉദ്ധരിക്കുന്ന ഒരു വാചകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാചകമാണ്. ഒരു പ്രാദേശിക ആധുനികന് മാത്രമേ ദേശീയ ആധുനികനായി മാറാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ പി എഴുതുന്നത്. ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച ജീവിത സാഹചര്യങ്ങളിലൂടെ വന്ന ഒരാൾക്ക് മാത്രമേ ഇങ്ങനൊരു വാചകം എഴുതാൻ വേണ്ടി പറ്റുകയുള്ളൂ. നിങ്ങളൊക്കെ കേട്ട ഇ പിയുടെ ഒരു പരാമർശമുണ്ടല്ലോ മേൽവിലാസത്തെ കുറിച്ചിട്ട്. ചന്തേര, കാസർഗോഡ്,
കേരളം, ഇന്ത്യ, ലോകം എങ്ങനെയാണ് ഒരു ചന്തേരക്കാരൻ ഒരു ലോക പൗരനായിട്ട് മാറുന്നത്? ചന്തേരക്കാരനായിക്കൊണ്ട് മാത്രമേ ഒരാൾക്ക് ലോക പൗരനായി മാറാൻ സാധിക്കുകയുള്ളൂ എന്ന് ആ മേൽവിലാസത്തെ സൂചകമാക്കിക്കൊണ്ട് ഇത് പറയും. ഈ ഒരു ഗ്രാമീണമായിട്ടുള്ള അവബോധം ആണ് നമ്മൾ ലിപിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചർച്ച ചെയ്യേണ്ടുന്നത് എന്നെനിക്ക് തോന്നുന്നു. ലിപിയുടെ രചന മേഖലകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഒരു താരതമ്യം തോന്നിയിട്ടുള്ളത് ഇന്ത്യയിലെ പ്രമുഖ എഴുത്തുകാരിൽ ഒരാളായിട്ടുള്ള R.K. നാരായണൻ എല്ലാ മേഖലകളിലും കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ കഥയുടെയും കവിതയുടെയും നിരൂപണത്തിന്റെയും സാമൂഹ്യ വിമർശനത്തിന്റെയും എല്ലാം കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ പാരമ്പര്യവും ആധുനികതയും തമ്മിലുള്ള സംഘർഷങ്ങളെ മുൻനിർത്തിയിട്ട് എഴുതിയ ഒരാൾ എന്നുള്ള നിലയിൽ മധ്യവർഗത്തിന്റെ ആദിവാസികളുടെയും മറ്റും പോരാട്ടങ്ങളെ കുറിച്ച് എഴുതിയ ഒരാൾ എന്നുള്ള നിലയിൽ മനുഷ്യ ബന്ധങ്ങളും വ്യക്തിത്വത്തിനായുള്ള അന്വേഷണത്തെക്കുറിച്ചും പറഞ്ഞു വെച്ച ഒരാൾ എന്നുള്ള നിലയിൽ വളരെ ചടുലമായി നർമ്മവും ആക്ഷേപഹാസ്യവും പ്രയോഗിക്കാൻ സാധിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഗദ്യത്തിന്റെ ലാളിത്യം കൊണ്ട് ശ്രദ്ധേയനായിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ ഒക്കെയാണ് R.K. നാരായണനെ നമ്മൾ വായിക്കുക, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിനൊരു ഒരു ഇന്ത്യയുടെ തലത്തിലേക്ക് വളർത്തി ഒരു താരതമ്യം നിർദ്ദേശിക്കാൻ സാധിക്കുമെങ്കിൽ തന്റെ സർഗാത്മകതയുടെ പ്രത്യേകതകൾ കൊണ്ടും ഭാഷാ വൈവിധ്യം കൊണ്ടും വായനക്കാരുടെ ഇടയിലും സാധാരണക്കാരുടെ ഇടയിൽ പോലും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച സ്വാധീന ശക്തിയുടെ അടിസ്ഥാനത്തിലും വ്യത്യസ്തരായിട്ടുള്ള വായനക്കാരെ സൃഷ്ടിക്കാൻ സാധിച്ചു, കേൾവിക്കാരെ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇങ്ങനെ വളരെ ചുരുക്കത്തിൽ കേരളത്തിലേക്ക് വന്ന് നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. ഇന്ത്യയുടെ സാഹചര്യത്തിൽ ടാഗോറുണ്ട്, മഹാശ്വേതാദേവിയുണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞ R.K. നാരായണനുണ്ട്, കമലാദാസ് ഉണ്ട്, പ്രേംചന്ദ് ഉണ്ട്, അനിതാ ദേശായി ഉണ്ട്, അമൃതാ പ്രീതമുണ്ട്. ഇങ്ങനെ ഒരു നീണ്ട പട്ടികയുണ്ട്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട ഇപിയെ ഇങ്ങനെയുള്ള ഗണത്തിലൊക്കെ പെടുത്തി, കാരണം അദ്ദേഹത്തിന്റെ കൃതികൾ നേരത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞല്ലോ, ആ പുസ്തകങ്ങളൊക്കെ ചേർത്ത് വെച്ച് വായിക്കുന്ന സന്ദർഭത്തിലാണ് ഇതിന്റെ ഈ ബഹുത്വവും സാധാരണ പറയാറുണ്ട്. കാളിദാസന്റെ കൃതികളൊക്കെ തന്നെ നമുക്ക് വ്യത്യസ്തമായി തോന്നിയേക്കാം, പക്ഷെ അവയെ ആ കൃതികളെയൊക്കെ തമ്മിൽ ചേർക്കുന്ന ഒരു നൂലിഴ ബന്ധമുണ്ട്. ആ ഈ നൂലിഴ ബന്ധം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇവയൊക്കെ വേറിട്ട് വായിക്കുന്നതിന് പകരം അതിന്റെ കാലക്രമത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ, ഇപ്പൊ സ്വപ്നവും ചരിത്രവും ഞാൻ അതിന്റെ പ്രകാശന സന്ദർഭത്തിൽ പങ്കെടുത്ത ഒരാളാണ് കരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച്. അപ്പൊ ആ കൃതി മുതൽ അവസാനത്തെ സ്ത്രീ അറിവുകൾ വരെ നമ്മൾ ചേർത്ത് വായിക്കുകയാണെങ്കിൽ ഈ അനുക്രമമായിട്ടുള്ള ഒരു വികാസത്തിന്റെ ചരിത്രം നമുക്ക് ഇപിയിൽ കാണുവാൻ സാധിക്കും എന്നുള്ള ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് എത്രയോ വിശദമായിട്ട് പറയാനുള്ള കുറിപ്പുകൾ എൻ്റെ കയ്യിൽ ഉണ്ട്. ഇങ്ങനെ ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ
ഒരു സ്വകാര്യ സ്വത്തില്ലായ്മയുടെ ജ്ഞാനപ്രകാശങ്ങളായിട്ടാണ് നാട്ടാഖ്യാനങ്ങളെയും. സ്വകാര്യ സ്വത്ത് എന്നുള്ളത് ഇങ്ങോട്ടൊക്കെ മാസമാണ്. ഒന്നും സ്വകാര്യമല്ല, എല്ലാം പബ്ലിക്കാണ്, എല്ലാം പൊതുവാണ്. ഇത് പുതിയ ജീവിത പരിസരത്തിൽ വളരെ പ്രസക്തമാണ് ഈ ഇത്തരം പ്രയോഗങ്ങളൊക്കെ തന്നെ. നമ്മൾ ജാതീയതയെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നാനാത്വത്തിൽ ഏകത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ട് ഒരു പ്രഭാഷണം നടത്തിയ സന്ദർഭത്തിൽ ഒരു യൂണിവേഴ്സിറ്റി അധ്യാപകൻ എന്നോട് പറഞ്ഞു, മാഷെ, ഭാരതത്തിന്റെ കാഴ്ചപ്പാട് ഇന്ന് ഇങ്ങനെയല്ല. ഇതാണ് ഭാരതത്തിന്റെ കാഴ്ച, ഇന്ത്യയുടെ കാഴ്ച. ഇന്ത്യയാണ് നമ്മൾ ഉപ്പിന്റെ നമ്മുടെ വിയർപ്പിന്റെ ഫലം. ഇന്ത്യ ഇന്നില്ല, അതിന് പകരം ഭാരതമാണുള്ളത്. ഈ ഭാരതം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതല്ല, ഏകത്വത്തിൽ നാനാത്വം എന്നുള്ളതാണ്. ഇങ്ങനെ ഇന്ത്യ കീഴ്മേലുള്ള സാഹചര്യത്തിൽ, ഇന്ത്യ ലോക ഭൂപടത്തിൽ അറിയപ്പെട്ട ചിന്തകൾ കീഴ്മേൽ മറിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ പൊതുജീവിതത്തെക്കുറിച്ച്, പൊതു ഇടങ്ങളെക്കുറിച്ച്, നമ്മെക്കുറിച്ച്, അവനവനെ കുറിച്ച് ഒക്കെ വീണ്ടും വീണ്ടും ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യരായി നിലനിൽക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന രചനകളാണ് ഈ പിയുടേത്. രചയിതാവാണ് ഈ പി രാജഗോപാൽ. അദ്ദേഹത്തിന്റെ എഴുത്ത് ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഉത്കർഷമുണ്ടാകട്ടെ എന്ന് എല്ലാ ഭാവുകങ്ങളും ഗ്രാമത്തിലെ തെറ്റുണ്ടെങ്കിൽ ഭാസ്കരമായിട്ടാണ് പറഞ്ഞത്, അവര് പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് ഭക്ഷണം സമയത്ത് ഒരു വലിയ ചർച്ച നടത്തുക എന്ന് പറയുന്നതും ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്. നമ്മളെന്തിനാ ഈ പരിപാടി നടത്തുന്നത്? പുരോഗമന കലാസാഹിത്യ സംഘവും പി ജി വായനാകൂട്ടവും ഇ പി രാജഗോപാൽ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനോട്, കൂട്ടത്തിൽ ഒരാളോടുള്ള വ്യക്തിപരമായൊരു അടുപ്പത്തിന്റെ പേരിൽ നടത്തുന്ന ഒന്നല്ല ഇത്. പഴയകാലത്ത് അങ്ങനെയാണ് വലിയ എഴുത്തുകാർക്ക് മംഗളപത്രം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചർച്ചകൾ സംഘടിപ്പിക്കും. എന്നിട്ട് എഴുത്തുകാരെ കുറിച്ചുള്ള സ്തുതിപാഠങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. അങ്ങനെ ഇ പി രാജഗോപാൽ എന്ന ഒരു വലിയ എഴുത്തുകാരന് സ്തുതി പാടി മംഗളപത്രം സമർപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒന്നല്ല ഈ ചർച്ച. ഇത് നമ്മുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ഊർജമാണ്. ഇന്നത്തേതുള്ളൊരു കാലത്ത് നമ്മൾ നടത്തേണ്ട വളരെ സമഗ്രമായ ഇടപെടലുകൾക്ക് നമുക്കുള്ളൊരു വഴികാട്ടലാവുകയാണ് രാജഗോപാൽ മാഷിന്റെ എഴുത്തിന്റെ ലോകത്തെ വിശകലനം ചെയ്തുകൊണ്ട് നമ്മൾ കാണുന്നത്. രാജഗോപാൽ മാഷിന്റെ എല്ലാ കൃതികളും നൽകുന്ന ഒരു വലിയ ഊർജം അത് വർത്തമാനത്തിലൊതുങ്ങാതെ നമ്മളെ സമകാലികരാക്കുന്നു എന്നുള്ളതാണ്. ഈ പുതിയ ചാനൽ ചർച്ചകളുടെയൊക്കെ ഒരു കാലത്ത് ഓൺലൈൻ മീഡിയകളുടെ ഒരു വല്ലാത്ത പ്രസരത്തിൽ ഉള്ളൊരു പ്രശ്നം, നമ്മളെല്ലാം ഈ പ്രസന്റ് ടെൻസിലാണ് ഉള്ളത്, വർത്തമാന കാലത്തിലാണ് ഉള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ പുരോഗമനകാരികൾ, മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ കേവലം വർത്തമാനവാദികളാവേണ്ടവരല്ല, നമ്മൾ സമകാലികരാണ്, കണ്ടംപറയാണ് ആവശ്യം. ഈ രണ്ട് വാക്ക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ചർച്ച തന്നെ നടത്തുന്നത്. ഈ രണ്ട് വാക്കും നമ്മൾ ഏതാണ്ട് ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. വർത്തമാനകാല സംഭവവികാസങ്ങൾ വിശദീകരിക്കാൻ അല്ലെങ്കിൽ സമകാലിക രാഷ്ട്രീയ വിശദീകരണത്തിന് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ രണ്ട് വാക്കിനെയും മലയാളത്തിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ രണ്ട് വിശാലമായ മാനങ്ങളുള്ള ഒന്നാണ്. വർത്തമാനം വളരെ ചുരുങ്ങിയ പരിമിത വൃത്തത്തിലുള്ള ഒന്നാണ്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ആയിത്തീരുന്നത് സമകാലികരാണ്, അങ്ങനെ കണ്ടമറിയായിട്ട് മാറും. അങ്ങനെ നമ്മളെ പ്രചോദിപ്പിക്കുന്നതാണ് രാജഗോപാൽ മാഷിന്റെ എഴുത്തുകൾ എന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തേതുപോലുള്ളൊരു കാലത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പുതിയ ആവേശവും ഊർജവും നൽകാൻ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത് എന്ന ആദ്യത്തെ ബോധ്യം നമുക്ക് ഉണ്ടാകും. മാഷിന്റെ എഴുത്തിന്റെ നിരൂപണത്തിന്റെ ശൈലി ചരിത്രോന്മുഖമായിട്ടുള്ളൊരു വിമർശന രീതിയാണ്. ഒരു പക്ഷേ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ആധുനികതയുടെ കാലത്തിന് ശേഷമുള്ള
മാഷിന്റെ തലമുറയിൽ നിരൂപകരിച്ചത്. അങ്ങനെ ചരിത്രോന്മുഖമായിട്ടുള്ള ഒരു നിരൂപണ രീതി, വിമർശന രീതി അദ്ദേഹം കൈക്കൊണ്ടു എന്നുള്ളതാണ്. അത് കേവലമായ പുസ്തക വായനയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പാഠവായനയിൽ നിന്ന് സാംസ്കാരിക പഠനങ്ങളാക്കി മാറ്റിയെടുത്തു എന്നുള്ളതാണ്. നേരത്തെ ചന്ദ്രശേഖരൻ മാഷ് രാജഗോപാൽ മാഷിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. ഇ.പി. രാജഗോപാലിന്റെ വീട്ടിൽ ബാത്റൂമില്ല, ബാത്തിന്റെ റൂമാണുള്ളത് എന്നാണ്. റോണാൻ വാർത്താണ് ഈ സാംസ്കാരിക പഠനത്തെ കുറിച്ചുള്ള പുതിയ കാലത്തെ ധാരാളം നിരീക്ഷണങ്ങൾ അവതരിപ്പിച്ചത് എന്നുള്ളതുകൊണ്ട് ഇ.പി. രാജഗോപാൽ മാഷ് എപ്പോഴും ഇങ്ങനെ ഈ സാംസ്കാരിക പഠനമാണ് എന്നുള്ളതുകൊണ്ട് പയ്യന്നൂർ കോളേജിലെ മലയാള അധ്യാപകരും മലയാളത്തിലെ എഴുത്തുകാരനുമായിരുന്ന മേനോൻ മാഷ് അങ്ങനെയാണ് പറഞ്ഞത്. രാജഗോപാൽ മാഷ് വീട്ടിൽ ബാത്റൂമില്ല, ബാത്തിന്റെ റൂമാണ് ഉള്ളത് എന്നത്. അങ്ങനെ നമുക്ക് ഈ സാംസ്കാരിക പഠനത്തിന്റെ മേഖലയിൽ ഒരു പുതിയ ഉണർവ് തന്നു എന്നുള്ളതാണ് അതിലേറ്റവും. അങ്ങനെയാണ് അദ്ദേഹം നമ്മളെ ഈ നേരത്തെ പറഞ്ഞ സമകാലികരാക്കി മാറ്റുന്നത്. സമകാലികരെന്നുള്ള നിലയിൽ നമ്മുടെ ചുമതലയാണ് മൗനം വെടിയുക എന്നുള്ളത് തന്നെയാണ്. മിണ്ടുക മഹാമുനെ എന്നൊക്കെ പഴയ വാചകം ഇങ്ങനെ നമ്മളെല്ലാവരും നാടകത്തിന്റെ ഡയലോഗ് പോലെ പറയും. പക്ഷെ നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കേണ്ട കാലമാണ്, ഏറ്റവും വലിയ ശബ്ദത്തിൽ സംസാരിക്കേണ്ട കാലമാണിത്. അതുകൊണ്ട് അങ്ങനെ മൗനം വെടിയാൻ, മിണ്ടിക്കൊണ്ടേയിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. മാഷ് അങ്ങനെ മിണ്ടുന്നത് കൊണ്ടാണ് ഇത്രയേറെ രചനകൾ. 40 പുസ്തകം 50 പുസ്തകം എന്നുള്ളത് സെൻസസ് നടത്താൻ വലിയ പണിയൊന്നുമില്ല, നമുക്കത് നിശ്ചയിക്കാം. പക്ഷേ ഇത്രയേറെ എഴുത്ത് പ്രഭാഷണങ്ങൾ മാഷിൽ നിന്നുണ്ടാകുന്നത് തന്റെ കാലമേൽപ്പിച്ച അങ്ങനെ ഒരു സമകാലികനായി തീരാൻ രാജഗോപാൽ മാഷിന് സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ എഴുത്തിന് ഒരു നൈരന്തര്യം ഉണ്ടാകുന്നത്. അത് എഴുതുന്നയാൾക്ക് മാത്രം ഉണ്ടാകേണ്ടതല്ല, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉണ്ടാകേണ്ടതാണ് ആ നൈരന്തര്യം എന്ന് നമുക്ക് കാണും. നിരന്തരമായി അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. സമീപകാലത്ത് അദ്ദേഹത്തിന്റെ രചനകളിൽ ഈ പറഞ്ഞതുപോലെ ദേശം, ഗ്രാമം, നാട്, ഈ പറഞ്ഞ നാടോടി വഴക്കങ്ങൾ ഇതെല്ലാമാണ് നല്ലതുപോലെ വരുന്നത്. ഈ നാട്ടുചരിത്രത്തെ അതുകൊണ്ട് ഈ നമ്മൾ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ തൃക്കരിപ്പൂരുകാർക്ക് ഇതിലൂറുകാർക്ക് അദ്ദേഹത്തിന്റെ ധാരാളം സുവനീറുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ സുവനീർ എന്ന് പറയുന്ന സാധനത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും പരിപാടികളുടെ ഭാഗമായിട്ടുള്ള ഈ സ്മരണീയ എന്ന് പറയുന്ന ആ നിർമ്മാണത്തെ അതിനെ അദ്ദേഹം ഒരു പ്രവർത്തനമാക്കുകയും അതൊരു വെറുതെ ഒരു ബുദ്ധിജീവി വ്യവഹാരമായിട്ട് മാറാണ്. പഴയ നമ്മുടെ സ്മരണീയകൾ എന്ന് പറയുന്നത് കുറെ അന്നത്തെ എഴുത്തുകാരുടെ പല വിഷയത്തിലുള്ള ലേഖനങ്ങൾ അത് പിന്നെ വേറെ ഒരു തുടർപയോഗമില്ലാതെ മാറുകയും. എന്നാൽ സമീപകാലത്ത് ഒരു കഴിഞ്ഞൊരു 10-20 വർഷം കൊണ്ട് രാജഗോപാൽ മാഷ് മുൻകൈയെടുത്ത് തൃക്കരിപ്പൂരിലെ പരിസരങ്ങളിലെല്ലാം നിർമ്മിച്ചിട്ടുള്ള ഈ സുവനീറുകൾ എന്ന് പറയുന്നത് തന്നെ ഒരു ആക്ഷനാണ്, ഒരു പ്രവർത്തനമായിട്ട് മാറുകയും. അതിന് അക്കാഡമിക് രീതിയുണ്ട്. പക്ഷെ അക്കാഡമിക് രീതിയെ തന്നെ വളരെ ജനകീയമായിട്ട് സംഘടിപ്പിക്കാൻ രാജഗോപാൽ മാഷിന്റെ നേതൃത്വത്തിൽ സാധിക്കുന്നു എന്നുള്ളത് ഇപ്പൊ അതുകൊണ്ട് ഈ സുവനീർ നിർമ്മാണം എന്ന് പറയുന്നത് ഒരു വലിയ സാംസ്കാരിക പ്രവർത്തനമായിട്ട് ഒരു കൾച്ചറൽ ആക്ടിവിറ്റി ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കാണാം. അങ്ങനെ നാട്ടുചരിത്രത്തെ, നാട്ടുവഴക്കങ്ങളെ ഒരേ സമയം ഒരു അക്കാദമിക് പഠനവും അതേസമയം ജനകീയമായിട്ടുള്ള ഒരു ആക്ഷനുമായിട്ട് മാറ്റി തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വികസിപ്പിക്കാൻ കഴിയുന്നതിലൂടെ സാധാരണഗതിയിൽ മാന്യകാലത്തിന് ചന്ദ്രക്കാർക്കുള്ള പരാതി രാജഗോപാൽ മാഷ് ജാഥക്ക് പിന്നെ മുദ്രാവാക്യം പിടിക്കാൻ വരുന്നില്ലല്ലോ, അദ്ദേഹം അവിടെ കുടികുത്താൻ വേണ്ടിയിട്ട് വരുന്നില്ലല്ലോ, ഡെക്കറേഷൻ നടത്താൻ വരുന്നില്ലല്ലോ, അയാളൊരു വലിയ ബുദ്ധിജീവിയായി നിങ്ങൾ നടക്കേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രവർത്തനം ഈ ആക്ഷൻ എന്നുള്ളതിന്, പ്രവൃത്തി എന്നുള്ളതിന് യഥാർത്ഥത്തിൽ മാർക്സ് തന്നെ പറയുന്നുണ്ട്. നമ്മുടെ ഈ മാനുവലായിട്ടുള്ള കായികമായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അധ്വാനം മാത്രമല്ല ഉള്ളൂ. ദൈക്ഷണികമായ അധ്വാനത്തെ കുറിച്ചും ഇന്റലക്ച്വൽ ലേബറിനെ കുറിച്ചിട്ടും മാനുവൽ ലേബറിനെ കുറിച്ചിട്ടും മാർക്സ് തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഞങ്ങളെ പോലെയുള്ള യാഥാസ്ഥിതിക രാഷ്ട്രീയക്കാരുടെ ഒരു പ്രശ്നം, അവരൊക്കെ ഒരു രുചികളല്ലേ, അവരിങ്ങനെ ബുദ്ധിജീവികളായിട്ട് നമ്മളിങ്ങനെ പിന്നെ ജാതകത്തിൽ നിന്നാലും അതുപോലെ പിന്നെ കുടികുത്താൻ പോയാലും അതുപോലെ പിന്നെ പുതിയോജനം പോയിരുന്നാലും മാത്രമേ ആരാവുള്ളൂ, പ്രവർത്തകനാവുള്ളൂ, ആക്ടിവിസ്റ്റ് ആവുള്ളൂ എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇങ്ങനെ തന്നെയുള്ള ഈ ദൈക്ഷണിക പ്രവർത്തനം എന്ന് പറയുന്നതും ഒരു ആക്ടിവിറ്റിയാണ്. അങ്ങനെ ആക്കി തീർക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടനയാണ് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ മാത്രമല്ല നമ്മുടെ നാട്ടുപുറങ്ങളിലെ ഈ സുവനീറുകളുടെ ഒരു പ്രവർത്തനത്തിന്റെ രൂപീകരണത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ചെയ്തു
എന്ന് കാണുന്നു. അപ്പൊ ഈ ദേശത്തിനോടുള്ള നാടിനോടുള്ള ഈ അവസാനിക്കാത്ത പ്രണയം അദ്ദേഹത്തിന്റെ ഒരു പുസ്തകങ്ങളിലും ഈ സ്വനീറുകളിലെല്ലാം വരുന്നത് നടത്തം എന്ന് പറയുന്നു. അപ്പൊ നടത്തത്തെയും അദ്ദേഹം അങ്ങനെ ഇപ്പോൾ ഈ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ അങ്ങനെയാണ്, നടക്കുമ്പോൾ എന്നുള്ളതാണ്. നടത്തത്തെ അദ്ദേഹം കാണുകയാണ്. അതില് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന കാര്യമുള്ളൂ, ഗാന്ധിജിയുടെ രണ്ട് നടത്തം എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനമായി മാറിയത്. ഗാന്ധിജിയുടെ ദണ്ഡി സത്യാഗ്രഹ മാർച്ച്, AKG ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വം കൊടുത്ത പഴയ കർഷക സംഘക്കാരുടെ പട്ടിണി ജാഥകൾ, നടത്തം എങ്ങനെയാണ് ഒരു വലിയ രാഷ്ട്രീയ ആക്ഷനായിട്ട് മാറുന്നത് എന്നുള്ളതിനെ കുറിച്ച്, വാക്കിനെ നടക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അതൊക്കെ ഒരു അമൂർത്തമായ സംഗതിയല്ലേ ഈ വാക്ക് നടക്കുക എന്ന് പറയുന്നത്. അതൊരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള സംഗതിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെയല്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്ന മാഷിന്റെ രചനകളിൽ ഒന്നാണ് ഈ നടക്കുമ്പോൾ എന്ന് പറയുന്ന മാഷിന്റെ കൃതി. ആ സമയം അത് നമുക്ക് നൽകുന്നത്. അങ്ങനെ നമ്മള് വലിയ പല പ്രവർത്തനത്തിലൂടെ പറഞ്ഞത് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തരത്തിലേക്ക് നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ മാഷിന്റെ ഒരു രചനയിൽ നമ്മൾ എടുക്കാൻ വേണ്ടി കഴിയുന്നത് ഒരേ സമയം പല പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. അത് പെണ്ണുകൾക്കാണ് കഴിയുക എന്നാണ് മാഷ് പറയുന്നത്, തന്റെ വീട്ടിലെ 3 സ്ത്രീകളെ സൂചിപ്പിച്ചുകൊണ്ട്. പക്ഷെ ആ മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത് വീട്ടിലെ സ്ത്രീകളുടെ മാത്രമല്ല, എല്ലാ മനുഷ്യരുടെയും ചുമതലയായി മാറേണ്ട കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒന്നും മാറ്റിവെക്കാൻ കഴിയില്ല. അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് അത് എടുക്കാം എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ഫാഷിസം വന്ന് നമ്മുടെ വാതിലിൽ മുട്ടുമ്പോ മാഷ് ഈ വീട്ടകങ്ങളിലെ സ്ത്രീകൾക്ക് ആണുങ്ങളെക്കാൾ കൂടുതൽ കഴിയുന്നു എന്ന് പറയുന്ന ഈ മൾട്ടി ടാസ്കിങ്ങിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മൾട്ടി ടാസ്കിങ് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒന്നായിട്ട് മാറും. അതൊരു വായന എന്ന് പറയുന്നത് തന്നെ വളരെ സാഹസികമായ ഒരു പ്രവർത്തനമാണ് ഇന്നത്തെ കാലത്ത്. അതിന് ഊർജം നൽകുന്ന ഒന്നായിട്ട് രാജഗോപാൽ മാഷയുടെ ചിന്താലോകത്തെ കുറിച്ചുള്ള ഈ ചർച്ചകൾ മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൂടുതൽ നിങ്ങൾ ആംഗ്രി മാനായി മാറാതിരിക്കാൻ ഉള്ള ആഗ്രഹത്തോടുകൂടി ഞാൻ അവസാനിക്കും. മലയാള നിരൂപണ സാഹിത്യത്തിന്റെ പൊതുധാരയിൽ ഒരുപക്ഷെ പ്രത്യയശാസ്ത്രങ്ങൾക്ക് മുകളിലൂടെ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് EP രാജഗോപാൽ മാഷ്. ഇന്ന് ഒരു ചെറിയ ലേഖനത്തിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള സൈദ്ധാന്തിക ബോധ്യങ്ങൾ ഇല്ലാതെ ഒരു എഴുത്ത് പൂർണ്ണമാവില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അത്തരം മേഖലയിൽ വ്യാപരിക്കുമ്പോഴാണ് രാജഗോപാൽ മാഷിന്റെ കൃതികൾ വായിക്കുമ്പോൾ സൈദ്ധാന്തിക തലങ്ങളുടെ പുകജ സംസ്കാരമില്ലാത്ത തികച്ചും നാട്ടുവഴികളിലൂടെ വളരെ ലളിതമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സഞ്ചാരം അതെത്രമാത്രം ദീർഘമാണെന്നും ദീർഘമായിട്ടുള്ള വീക്ഷണത്തോടു കൂടിയാണെന്നും എത്ര വലിയ ഗഹനതയോടു കൂടിയാണ് അത് സംഭവിച്ചതെന്നും മനസ്സിലാവുക. ഈ ടോപ്പിക്ക് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് മാഷിയുടെ കുറേ ലേഖനങ്ങളുടെ ടൈറ്റിൽ മാത്രം എടുത്തൊന്ന് സംസാരിച്ചാലോ എന്നാണ്. പല പുസ്തകങ്ങളിലുമുള്ള ലേഖനങ്ങളുടെ ടോപ്പിക്ക് ഒരുപക്ഷെ നമ്മുടെ ഒരു സമീപ ദേശത്തുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതൊക്കെയോ വ്യക്തികളെ ഏതൊക്കെയോ സന്ദർഭങ്ങളെ തൊട്ട് സ്പർശിച്ച് പോകുന്നവയാണ് ഇത്. അതൊരു സംസ്കാരമാണ്. നമ്മൾ എത്തിപ്പിടിക്കുന്ന പൗരസ്ത്യത്തിൻ്റെയോ അല്ലെങ്കിൽ പാശ്ചാത്യ മേഖലകളുടെയോ എന്നുള്ളതല്ല. പക്ഷെ നമുക്ക് അത്തരം വീക്ഷണങ്ങളിലേക്ക് കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയും എന്നുള്ള ഒരു ധാരണ കൂടി അദ്ദേഹത്തിൻ്റെ ടൈറ്റിലുകളിലൂടെ സാധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ മുഖവരയിലേക്ക് കടക്കുന്നില്ല. ഞാൻ പ്രത്യേകിച്ചും 2 പുസ്തകങ്ങളിലെ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രം പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന് നാടകം ദേശം എന്ന പുസ്തകവും മറ്റൊന്ന് മാഷും ശശിധര മാഷും ചേർന്ന് എഴുതിയിട്ടുള്ള കേളു എന്ന നാടകത്തിൽ. നാടകം ദേശം എന്ന പേരിൽ തന്നെ
എഴുത്തിലെ ഗ്രാമം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉള്ളടങ്ങിയിട്ടുണ്ട്. തനത് നാടകത്തിൻ്റെയും ഇടശ്ശേരിയുടെയും KT മുഹമ്മദിൻ്റെയും ഒക്കെ നാടകങ്ങളിലെ ദേശ കൺസെപ്റ്റുകളെ വെച്ച് രചിക്കപ്പെട്ടിട്ടുള്ള ഈ കൃതി ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനങ്ങൾക്ക് വരെ സാധ്യതയുള്ള ചിലതുകൾ ഈ കൃതികളിൽ തീർച്ചയായിട്ടുമുണ്ട്. ദേശമെന്ന് പറയുന്നത് ഒരു ഗ്രാമ സമൂഹമാണ്. ഒരു കൂട്ടായ്മയുടെയോ നടത്തങ്ങളുടെയോ സംസാരത്തിൻ്റെയോ സംവാദങ്ങളുടെയോ വിമർശനങ്ങളുടെയോ ഒക്കെ തന്നെ ചലനാത്മകത ഉള്ളതാണ് ഓരോ ഗ്രാമ സമൂഹവും. അത്തരത്തിൽ ഗ്രാമീണവും അല്ലെങ്കിൽ നാഗരികവുമായിട്ടുള്ള ചിലതുകൾ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള നാടക പഠനങ്ങളാണ് നാടകം ദേശം എന്ന് പറയുന്ന പുസ്തകത്തിൽ. അതിലാദ്യത്തെ അധ്യായം തന്നെ തനത് നാടകം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ ചില കാരണങ്ങളാണ്. നമ്മൾ തികച്ചും ഒറിജിനലായിട്ടുള്ള സംസ്കാരത്തെ, നമ്മുടെ തനത് സംസ്കാരം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാവാലം നാരായണ പണിക്കരും CN ശ്രീകണ്ഠൻ നായരും ഒക്കെ തന്നെ ഇതുവഴി സഞ്ചരിച്ചിട്ടുള്ള, പക്ഷെ എങ്കിൽ പോലും കുറെ വടക്കിൻ്റെയും തെക്കിൻ്റെയും ചലനാത്മകതകളെ മാത്രം ഏറ്റുകെട്ടിക്കൊണ്ടുള്ള ഒരു കലാപരിപാടി മാത്രമായി മാറിയപ്പോഴാണ് അത് ചെറിയ തരത്തിലുള്ള പതനത്തിലേക്ക് വഴി തെളിയിച്ചത് എന്നുള്ളതാണ്. സത്യത്തിൽ ദേശത്തെയോ കാലത്തെയോ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു കൃതിയും കാലാതീതമായിട്ട് വർദ്ധിച്ചിട്ടില്ല. ഏതൊരു കവിതയിലും അല്ലെങ്കിൽ ഏതൊരു കഥയിലും മറ്റേത് എഴുത്തിലും ദേശവും കാലവും അടയാളപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് കാലാനുസൃതമാകണം എന്നുള്ളതാണ്. കാലാനുസൃതമാകാത്തത് ഒരു തലമുറയും സ്വീകരിക്കുകയും ചെയ്യില്ല. എത്രയോ കാലം മുമ്പുള്ള സംഭവങ്ങളെ പോലും പുതുകാലത്ത് ആവിഷ്കരിക്കപ്പെടും. ആ പുതിയ കാലത്തിന്റെ അഭിരുചിക്കനുസരിച്ച് അതിനെ വിനിയോഗിക്കുമ്പോഴാണ് ആ കൃതി ഉത്തമമായി മാറുന്നത്. പക്ഷേ പഴമയെ ത്യജിക്കുവാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ നിരന്തരം നമ്മുടെ എഴുത്തുകളിൽ, സംവാദങ്ങളിൽ പാരമ്പര്യത്തിന്റെയും ആധുനികതയുടെയും ഒരു വടം വരെ നിരന്തരമായിട്ടുള്ള കലഹം സാധ്യമാകുന്നുമുണ്ട്. ഈ കലഹങ്ങളിലൂടെയാണ് മാഷ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മാഷ് സ്വീകരിക്കുന്ന കുറെ വാക്കുകൾ വീണ്ടും വീണ്ടും ജീവിക്കുന്നത്. നടന്നു പോകുന്ന വാക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഓടിയെത്തുന്ന വാക്കുകൾ അർത്ഥവത്തായിട്ടുള്ള വാക്കുകൾ എന്ന് കൂടി അതിനെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. മൺമറഞ്ഞു പോയേക്കാവുന്ന, നമ്മൾ പുതുതലമുറ പലപ്പോഴും ഉപേക്ഷിക്കാവുന്ന ഒരുപാട് വാക്കുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട്, നേരത്തെ ഇവിടെ ഒരാൾ സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ, കിടിയൻ എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടപ്പോൾ സങ്കടം വരുന്നു എന്ന് മാഷ് പറഞ്ഞു എന്ന്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളെ ഒച്ചയുണ്ടാക്കിയിട്ടുള്ള, വലിയ ഒച്ചയിലേക്ക് അല്ലെങ്കിൽ ഒച്ചയുടെ മാനങ്ങളിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു വാക്കാണ് കിടിയൻ എന്ന് പറയുന്നത്. എത്ര വലിയൊരു സമൂഹം കോഴികളെ തട്ടിക്കൊണ്ടുപോകുന്ന പരുന്തിനെ നമ്മൾ കിടിയൻ കിടിയൻ എന്ന് പറയുകയും അതിനെ ആട്ടി മായ്ക്കാൻ വേണ്ടി നമ്മുടെ ഒരു കുട്ടികളുടെ സംഘത്തെ തന്നെ മുതിർന്നവർ മുന്നിലേക്ക് നിർത്തുകയും ചെയ്യുന്ന ഒരു കാലം ഓർത്തു പോവുകയാണ്. വലിയ സങ്കടം തന്നെയാണ്. ഇത്തരം വാക്കുകളൊന്നും പുതിയ തലമുറയോട് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുക പോലും ഇല്ല എന്നുള്ളതാണ്. ആ വാക്കും ഉപയോഗിച്ച് മാഷയുടെ അടുത്ത ഏറ്റവും പുതുമയുള്ള ഒരു ലേഖനം പ്രതീക്ഷിക്കുകയും ചെയ്തു. വീണ്ടും നാടകം ദേശം എന്ന പുസ്തകത്തിലേക്ക് വരുമ്പോൾ കൂട്ടുകൃഷിയെക്കുറിച്ച്, ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി എന്ന് പറയുന്ന നാടകത്തെക്കുറിച്ച് രണ്ട് വാക്കുകളാണ്. ഒന്ന്, വയൽ എന്ന അർത്ഥം വരുന്ന പാഠം, ടെക്സ്റ്റ് എന്ന അർത്ഥം വരുന്ന പാഠം. നാടകത്തിന് ഗ്രന്ഥരൂപവും രംഗരൂപവും ഉണ്ട്. അതിന് സാഹിത്യരൂപം എന്നുള്ളതിന് ഇടശ്ശേരി എഴുതിയിട്ടുള്ളത്, പക്ഷെ നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിലൊക്കെ ഏറ്റവും ആദ്യത്തെ ഒരു ചലനം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് കൂട്ടുകൃഷിയിലൂടെയായിരിക്കാം. എല്ലാവരും പണിയെടുക്കുക, എല്ലാവരും വീതിച്ചെടുക്കുക എന്ന് പറയുന്നത്. ഇതൊരു കാലഘട്ടത്തിന്റെ ജന്മിക്കുടിയാൻ പ്രശ്നങ്ങൾക്ക് എതിരായിട്ട് രൂപപ്പെട്ടിട്ടുള്ള ഒരു ബോധം കൂടിയാണ്. അപ്പൊ ഇതില് കൃഷി ചെയ്യുന്ന ഇടം, നിലം എന്ന് പറയുന്നത് എല്ലാ എഴുത്തുകാരന്റെയും ഉള്ളിൽ നിന്ന് രൂപപ്പെടുന്ന വിത്തുകൾ, അക്ഷരമാകുന്ന, വാക്കുകളാകുന്ന, വാക്യങ്ങളായി മാറിയേക്കാവുന്ന ഒരു വിത്തുണ്ട്. അത് എഴുത്തുകാരന്റെ ചിന്തയാണ്. ആ ചിന്ത രൂപപ്പെടുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലം കൂടി അവിടെ പാഠം അല്ലെങ്കിൽ വയൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ആ ലേഖനം വായിച്ചാൽ നമ്മൾക്ക് ബോധ്യപ്പെടുന്നതാണ്.
കൃഷിയിടം എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ തന്നെ കൃഷിക്കാരന്റെ സ്വത്വത്തെ കുറിച്ചൊക്കെ പറയുന്നത് ഒരുപക്ഷെ സിദ്ധമാഷിയുടെ സൂചിപ്പിച്ചതുപോലെ രാജഗോപാല മാഷിയുടെ ജീവിതചര്യ അല്ലെങ്കിൽ അദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ള ആ വഴികളെ പരിശോധിക്കുമ്പോൾ നിരന്തരം കാണുന്ന, നിരന്തരം അറിയുന്ന, അനുഭവിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഈ പാടത്തെ, വയലുകളെ, ഇടത്തെ നമ്മുടെ സ്വത്വദർശനവുമായിട്ട് ചേർത്ത് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉദാഹരണം കൂടി തന്നെയാണ്. മറ്റൊന്ന്, കൂട്ടുകൃഷി എന്ന് പറയുന്ന നാടകത്തിന്റെ രംഗപശ്ചാത്തലമാണ്. ഈ രംഗപാഠം എന്ന് അല്ലെങ്കിൽ അരങ്ങുപാഠം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾക്ക് അതൊരു തിയേറ്ററിക്കൽ ആയിട്ടുള്ള വാക്കുകൂടിയാണ്. അത്തരത്തിലുള്ള ഒരു പാഠ നിർമ്മിതി പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു തലം കൂടി നാടകത്തിനുണ്ട്. വായിച്ചാസ്വദിക്കുക എന്നുള്ളതിനപ്പുറത്ത് കേട്ടും കണ്ടും ആസ്വദിക്കുക എന്നുള്ള ഒരു തലത്തിലേക്ക് എത്തിക്കേണ്ടുന്ന വലിയ ഒരു ക്രിയാത്മകമായിട്ടുള്ള അവസ്ഥയാണ് പാഠം അല്ലെങ്കിൽ രംഗപാഠം, അരങ്ങപാഠം എന്ന് പറയുന്നത്. അതിന്റെ പാഠ നിർമ്മിതിയെ കുറിച്ചിട്ടുമാണ് ആ ലേഖനത്തിൽ പാഠം എന്നുള്ള 2 വാക്കുകൾ കൊണ്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. കൂടുതൽ പറയുന്നില്ല. അതുപോലെ തന്നെ കെ ടി മുഹമ്മദിന്റെ ഇത് ഭൂമിയാണ്, ഇത് ഭൂമിയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് ആകാശമല്ല എന്നുള്ളത് കൂടി അതിനോട് യോജിച്ച് വായിക്കാവുന്നതാണ്. ആകാശം എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റാണ്. ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ജൈവികതയുടെ രാഷ്ട്രീയം കൂടിയാണ്. ഈ ജൈവികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധ്യം തന്നെയാണ് തീർച്ചയായിട്ടും നാടകത്തെക്കുറിച്ച് മറ്റ് കലകളെ, അതായത് സിനിമ, മറ്റു ടെലിവിഷൻ പരിപാടികൾ പോലുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തികച്ചും ജൈവികമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യത്തിൻ്റെതാണ് നാടകം എന്ന് പറയുന്നത്. ഉള്ളിൽ നാടകമില്ലാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ നാടത്വമില്ലാത്ത ഒരാൾക്ക്, നാടിന്റെ അകത്തെ സൂക്ഷ്മമായി ദർശിക്കാൻ കഴിയാത്ത ഒരാൾക്ക് തീർച്ചയായിട്ടും നാടകത്തിലേക്ക് പ്രവേശിക്കുവാൻ, അതിന്റെ മറ്റു തലങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഈ നാടകത്തെ കുറിച്ചിട്ടുള്ള പഠനത്തിലും ആണ് സൂചിപ്പിക്കുന്നത്. കുറെ ലേഖനങ്ങൾ അതിലുണ്ട്. അടുത്തത് നമ്മൾ കേളു എന്ന് പറയുന്ന നാടകമാണ്. വിദ്വാൻ പി കേളു നായരെ കുറിച്ചിട്ടുള്ള നാടകത്തിൽ ഒരുപക്ഷെ ഈ നാടകം എഴുതിയപ്പോഴും അതിന്റെ അവതരണം കഴിഞ്ഞപ്പോഴും മാഷ് തീർച്ചയായിട്ടും വിമർശനങ്ങൾക്ക് വിധേയനായിട്ടുണ്ടാകും. ഞാൻ പറയാൻ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യം ശ്രീധര മാഷ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വിദ്വാൻ പി കേളു നായർ എന്ന് പറയുന്ന തികച്ചും ഒഫീഷ്യലായിട്ടുള്ള ഒരു പേരിനെ നമ്മുടെ പൊതുകാലത്ത്, ആധുനിക കാലത്ത്, ആധുനികം എന്നല്ല ഉത്തരാധുനികത സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് വെറും കേളു എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യരിലേക്ക് മാറ്റിയിട്ട് ഉണ്ടായിരുന്നത്. ഔപചാരികതയുടെ പേരിലല്ലാതെ നമ്മൾ ആ പേര് അതിനു മുമ്പ് ദർശിച്ചിട്ടില്ല. കേളു നായർ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. പക്ഷെ അസാധാരണമായിട്ടുള്ള കഴിവുകളുള്ള, അസാധാരണമായ മേഖലകളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, വ്യക്തി കൂടിയാണ്. പക്ഷേ ഈ നാടകത്തിൽ കേളുവേട്ടൻ, കേളുമാഷ് എന്നുള്ള ഗ്രാമീണവും ലാളിത്യവും വളരെ സ്വീകാര്യവുമായിട്ടുള്ള പേരുകളുടെ വിശേഷണങ്ങളിലൂടെയാണ് അത് പോകുന്നത്. തികച്ചും വിശേഷപ്പെട്ടത് എന്നതിനപ്പുറത്ത് സാമാന്യമായിട്ടുള്ള ഒന്നാണ്. നമുക്ക് എല്ലാവരെയും കയറി വിദ്വാൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എല്ലാവരെയും ആ പേരിലൂടെ സൂചിപ്പിക്കാം. അതുപോലെ തന്നെയാണ് കേളുവേട്ടായ. വളരെ സ്നേഹത്തോടു കൂടി നമുക്ക് കേളുവേട്ടൻ എന്ന് വിളിക്കുമ്പോൾ നാഗരികമായിട്ടോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടോ ഉള്ള ഒരു കൺസെപ്റ്റിലേക്കല്ല തീർച്ചയായിട്ടും അത് പോകുന്നത്. ഗ്രാമീണ തലത്തിലുള്ള, ഗ്രാമത്തിന്റെ സഞ്ചാര വഴികളിലൂടെയുള്ള സംസാരത്തിലുള്ള ഭാഷയുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, തേനുറവായെന്നോ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരടുപ്പം നമുക്ക് സാധ്യമാകുന്നുണ്ട്. ഇപ്പൊ എഴുത്തിന്റെ ഗ്രാമങ്ങൾ എന്ന് പറയുമ്പോൾ ആ ടോപ്പിക്കിൽ തന്നെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നാടുകളിലെ പല മനുഷ്യരെയും, പല സമൂഹത്തെയും, പല ഇടങ്ങളെയും ഒന്ന് ബന്ധിപ്പിച്ച് നിർത്തുന്ന, സ്നേഹത്തിന്റെയോ കൂട്ടായ്മയുടെയോ ചരടിലൂടെ വളരെ ലളിതമായി, സുഭഗമായി, വളരെ ദൃഢതയോട് കൂടിയിട്ട് ബന്ധിപ്പിച്ച് നിർത്താൻ പറ്റുന്ന ഒരു തലം, ഒരു ചിന്താ പദ്ധതി കൂടി അത്തരത്തിലുള്ള ആ പ്രയോഗത്തിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഈ നാടകത്തിൽ 1-2 സംഭവങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതായത് ഗ്രാമത്തെ ബോധ്യപ്പെടുത്തുന്ന, ഒരുപക്ഷെ ഈ നാടകം ഞാൻ ആദ്യമായിട്ട് പഠനാർത്ഥം വായിക്കുന്ന സമയത്ത് ഈ നാടകത്തിലെ ചില ഭാഗങ്ങൾ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിന്റെ മുന്നിലൊക്കെയുള്ള ചിലരൊക്കെ തന്നെ സംസാരിച്ച, അല്ലെങ്കിൽ പഴയ കാലത്ത് നമ്മുടെയൊക്കെ തന്നെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള കുറെ വാക്കുകളായിട്ടോ കുറെ മനുഷ്യരെയോ ഒക്കെ തന്നെ
ഓർമ്മ വരുന്ന രീതിയിലുള്ള നമ്മുടെ ഓർമ്മകളിലേക്ക് പോലും മാഷിന്റെ വാക്കുകൾ എത്ര മനോഹരമായിട്ടാണ് ഗഹനമായിട്ടാണ് സഞ്ചരിപ്പിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു തലം കൂടി ഇവിടെയുണ്ട്. അതില് ഗാന്ധിജിയെ വരവേൽക്കുന്ന ഒരു ഭാഗമുണ്ട്. നാടകത്തിന്റെ ആരംഭത്തിൽ വളരെ കൊളോക്കിയലായിട്ടുള്ള സംഭാഷണം തന്നെയാണെങ്കിൽ പോലും നമ്മുടെ വാക്കുകൾ മാനക ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗാന്ധിജിയെ വരവേൽക്കുന്ന ഒരു ഭാഗമുണ്ട്. കുറച്ചാളുകൾ സംസാരിക്കുകയാണ്. നിങ്ങളെല്ലാവരും കാണുകയോ വായിച്ചിട്ടോ ഉണ്ടാകും, എങ്കിൽ കൂടി ഒരു ഇഷ്ടത്തിന് പറയുന്നതാണ്. ഫക്കീര ഗാന്ധിജിയെ വെളുങ്ങനെ തന്നെ എഴുതിക്കോ. വേറെ പറയാണ്, എടോ നാളെ നമ്മൾ എപ്പാണ് റെയിൽ ഓഫീസിലേക്ക് പോകുന്നത്? മറ്റൊരാൾ രാവിലെ എല്ലാവർക്കും കൂടി ജാതി അടിക്കാൻ പോവാം. ഗാന്ധിക്ക് ഇട്ട് കൊടുക്കാൻ ഞാനുണ്ടാക്കിയ മാല, നല്ല മാലുണ്ട്. ഇതാണ് ഗാന്ധിക്ക് ഇട്ട് കൊടുക്കൽ. നീണ്ട വൈകിയത് ഈ പതാകയിൽ തുന്നി കിട്ടിയില്ലെന്ന്. നമുക്ക് നാളെ ഇതെല്ലാം മരത്തിന്റെ മുകളിൽ കെട്ടണം. ഇങ്ങനെ നീണ്ടു പോവുകയാണ്. എന്തൊരു കൂട്ടായ്മയാണ് നോക്കൂ. എന്തൊരു സുഖകരമായിട്ടുള്ള ഒരു ഏർപ്പാടാണ് അവിടെ വെച്ചിരിക്കുന്നത് നോക്കൂ. ഇത് എത്രയോ മാനവ ഭാഷയുടെ വലിയ ആഢ്യത്തോടു കൂടി വളരെ സവിശേഷമായിട്ടുള്ള ഒരു തലത്തിലും ഒരു പക്ഷേ നമ്മുടെ ശശി മാഷ ചേർന്നിട്ടല്ല എഴുതിയതെങ്കിൽ അത് തികച്ചും അച്ചടി ഭാഷയിലേക്ക് കടക്കുമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഗ്രാമത്തെ എങ്ങനെയാണ് വീണ്ടെടുക്കുന്നത്? ഇപ്പൊ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന കേളുനായരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു കാലത്തെയും ബോധത്തെയും എങ്ങനെ പുതുതലമുറയിലേക്ക് എത്തിച്ചു കൊടുക്കാമെന്നുള്ള ഒരു സൂക്ഷ്മ ദർശനം കൂടിയാണ് അവരുടെ ആ ഒരു നമ്മൾ പാങ്ങണ്ട് എന്നൊക്കെ പറയുന്നത് പൊതുകുകൾക്കൊന്നും അങ്ങനെയുള്ളൊരു വാക്ക് പോലും അന്യമാണ്. നമ്മളിപ്പോൾ കാസർഗോഡ് ഏരിയയിൽ കുറെ ഇതുപോലുള്ള ഒരു പഴയ വാക്കുകൾ ഇങ്ങനെ ഒമിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നൊക്കെ പറയുമ്പോൾ കാണുന്നു. ഒരു കുട്ടി ഇതിന്റെ എക്സാം എഴുതാൻ വേണ്ടി കുറെ വൈകിയപ്പോഴും ചോദിച്ചപ്പോഴും ഇതിനകത്ത് കാറിയിട്ട് വയ്യാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അത്തരത്തിൽ അത് കുറെ പുതിയ അല്ലെങ്കിൽ പഴയ കാലത്ത് പറയുന്നത് തന്നെ പുതിയ പല ഇടങ്ങളിൽ അത് വരുന്നതാണ്. ഇപ്പൊ പ്രാദേശികമായിട്ടുള്ള ഭാഷ ഭേദങ്ങളിൽ ഒരു പക്ഷേയല്ല തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ലേഖനത്തിലോ അല്ലെങ്കിൽ മറ്റു കൃതികൾ നാടകത്തിലോ ഉള്ള വാക്കുകളെ എടുത്തുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് പഠിക്കാൻ പറ്റുന്ന പല വ്യാകരണപരമായിട്ട് പഠിക്കണം. വ്യാകരണത്തിന്റെയും ഭാഷാശാസ്ത്രത്തിന്റെയും ഒക്കെ തലം വെച്ചുകൊണ്ട് പല കാര്യങ്ങളെയും പല വാക്കുകളെയും എടുത്ത് സൂക്ഷ്മമായി അവലോകനം ചെയ്യാൻ പറ്റുന്ന കൃതികൾ തന്നെയാണ് ഇതൊക്കെ. പിന്നെ അതുപോലെ തന്നെ വരമ്പും വലി ചോട്ടാലൽ വരുന്ന സമയത്ത് ആളുകളൊക്കെ തന്നെ സംസാരിക്കുന്ന ഭാഗങ്ങളുണ്ട്. അപ്പൊ അതിൽ പാനീസ് വിളക്കിലേക്ക് നമ്മുടെ ഓർമ്മയാണ്. പാനീസ് വിളക്ക് എന്നൊക്കെ പറയുന്നത് ഒരു പഴയ കാലത്തിന്റെ ഓർമ്മ തന്നെയാണ്. അതുപോലെ തന്നെ കണ്ണുചെത്തുകാരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അവിടെ നിലനിർത്തുന്നുണ്ട്. ഇതൊരു നാട്ടുകാഴ്ചയുടെ ഏറ്റവും ഒരു എന്താ അദ്ദേഹത്തിന്റെ ചലനാത്മകത, ആ കണ്ണുചെത്തുകാരന്റെ ഭാഷയെ അദ്ദേഹത്തിന്റെ ആംഗ്യത്തെയൊക്കെ അവർ തൊഴിൽ ചെയ്യുന്ന ഒരു മനുഷ്യനെ ഏറ്റവും ഉചിതമായിട്ടുള്ള ചലന അംഗവിക്ഷേപങ്ങളിലൂടെയാണ് നാടകത്തിൽ അവതരിപ്പിച്ചത്. വെറുതെ ഒരു കഥാപാത്രത്തിന് വേണ്ടി നാടകത്തിലേക്ക് തിരികെ കയറ്റിയതല്ല. അദ്ദേഹത്തിന്റെ വാക്കും അദ്ദേഹത്തിന്റെ ചലനവും നിൽപ്പും അംഗവിക്ഷേപവും ഒക്കെ തന്നെ ഒരു തികച്ചും ഗ്രാമീണമായിട്ടുള്ള ഒരു തലത്തിലൂടെ. അതേപോലെ കുറെ കേളവും മീനാക്ഷിയും സംസാരിക്കുന്നതിൽ മീനാക്ഷി പറയുന്നുണ്ട്, പെണ്ണുങ്ങളുടെ സമ്മതം ആര് നോക്കുന്നത്? കുഞ്ഞമ്മാമൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ കണിയാനോട് ചോദിച്ച് തീയതി തീരുമാനിച്ചു എന്നാണ്. അപ്പൊ ഇത് ശരിക്കും സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഇല്ലായ്മ എന്നുള്ള ഒരു തലത്തെ അല്ലെങ്കിൽ വിവാഹം, തെരഞ്ഞെടുപ്പ്, സ്വന്തം ഇഷ്ടം, ആദർശം എന്നൊക്കെയുള്ള ഒരു തലത്തിനെ അന്നത്തെ സമൂഹം എങ്ങനെയാണ് കണ്ടത് എന്നുള്ളതിന്റെ ഒരു വലിയ ഉദാഹരണം കുറെ പറയാനുണ്ട്. അത്തരത്തിലൊരു സ്ത്രീപക്ഷ വിശകലനത്തിന് പോലും നമുക്കവിടെ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നടത്താം. ദേർവൻ നായരും കേളുനായരും തമ്മിലുള്ള സംഭാഷണത്തിൽ വളരെ ഭാഷ്യമായിട്ടാണ് ദേർവൻ നായർ അവിടെ സംസാരിക്കുന്നത്. AC കണ്ണനെ കുറിച്ചിട്ട് പറയുന്നത് പോലെയാണ്. AC കണ്ണനെ കുറിച്ചിട്ട് പറയുന്ന ഒരിടത്ത് AC കണ്ണന്റെ ചന്തയ്ക്ക് വെക്കാനുണ്ട് പയനിക്കേടും എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്റെ വീടിന്റെ അടുത്തുള്ള അമ്പുവാട്ടന്റെ ഏറ്റവും വലിയ തെളിവാക്കായിരുന്നു. എപ്പോഴും രണ്ടുപേർ തമ്മിൽ സംസാരിക്കുമ്പോൾ വളരെ ദാഷ്ട്യത്തോടുകൂടിയ മറ്റൊരാളെ വളരെ സുയിപ്പാക്കിക്കൊണ്ട് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ വായിക്കുന്ന സമയത്ത് ഒരു ചേർത്ത് നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ചില മനുഷ്യരെ അവരുടെ സഞ്ചാരങ്ങൾ, അവരുടെ വാക്കുകൾ, അവരുടെ നടപ്പുകൾ അങ്ങനെ കൂടെ വരികയാണ്. പയ്യന്നൂരിൽ നിന്ന് തൃക്കരിപ്പൂരിലേക്ക് അല്ലെങ്കിൽ വെള്ളിയങ്കോട്ടിലേക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല.
ഭാഷാപരമായിട്ടുള്ള പല കാര്യങ്ങളും വടക്കേ മലബാറിന്റെ തനത് സംസ്കാരത്തിലേക്ക് ഉൾച്ചേർക്കുമ്പോൾ തന്നെ പയ്യന്നൂരിന്റെ ഭാഷാ പ്രയോഗവുമായിട്ട് അത് ഫോക്ക് കൾച്ചറുമായിട്ട് ഒരുപാട് ബന്ധം, അല്ലെങ്കിൽ ഭാഷ സ്വീകരിക്കുന്ന ഓരോ വാക്കുകളെയും എനിക്ക് എൻ്റെ നാടുമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഓരോ ജീവിത പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെടുത്തുവാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. നാടകം അവസാനിക്കുമ്പോഴും കുഞ്ഞിക്കേളു കടുപ്പം ചെയ്തേ, കേളുവേട്ടൻ പോയേ, കേളുമാഷ് പറ്റിച്ചേ എന്ന വാക്കോട് കൂടിയിട്ടാണ് ഒരു മനുഷ്യനെ നാട് എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്, എത്ര വൈകാരികമായിട്ടാണ് ആ വാക്കുകളെ നാടകത്തിലൂടെ ഉൾപ്പെടുത്തിയത് എന്നതാണ് എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടുന്നത്. ചുരുക്കത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ വിലപിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് വാക്കുകൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. നമ്മൾ മനഃപൂർവ്വം മറന്നു എന്ന് നടിക്കുകയാണ്. ഓർമ്മയ്ക്കും മറവിക്കും ഇടയിലുള്ള സത്യസന്ധമായിട്ടുള്ള, വളരെ ആത്മാർത്ഥമായിട്ടുള്ള, ചേർത്ത് വെക്കേണ്ടതായിട്ടുള്ള കുറെ വാക്കുകളെ മാഷ് സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മളത് സ്വീകരിച്ചില്ല എങ്കിൽ ഒരു പക്ഷേ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥതയിൽ തന്നെ അതൊരു വലിയ നഷ്ടമാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ആൾക്കാർ വെളിച്ചം കൊടുക്കേണ്ടത് എന്ന് ആ വിളക്ക് അറിയില്ല. വെളിച്ചമാണ് സ്വന്തം ജീവിതം എന്ന് മാത്രം അറിയാം. കുരുത്തൂർ വിളക്ക് എന്ന അധ്യായത്തിൽ പേരുകൾ പെരുമാറ്റങ്ങൾ എന്ന പുസ്തകത്തിലെ കുരുത്തൂർ വിളക്ക് എന്ന അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യം ഒരു പക്ഷേ വളരെ ഏകാന്തമായ ഒരു ജീവിത പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പി ആശ്രയിച്ചതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഏകാന്തതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ വെളിപ്പെടുന്നുണ്ട്. വേർഡ്സ്വർത്തിന്റെ കൃതികൾ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ ഏകാന്തതയും അവിടെയുള്ള റെയിൽ പാളത്തിൻ്റെ വിചിത്രമായ ആശയശില്പം പോലെ കിടക്കുന്ന റെയിൽ പാളത്തിൻ്റെ ഏകാന്തതയും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ പാനലിസ്റ്റുകൾ പ്രധാനമായും മാഷുമായുള്ള വ്യക്തിപരമായ അടുപ്പങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ആണ് സംസാരിച്ചത്. സ്വാഭാവികമാണ്. കാരണം ഇവിടെയുള്ള എല്ലാവരും ശ്രീധരൻ മാഷായാലും സിന്ധു ടീച്ചറായാലും PPP ആയാലും വടക്കരാണ്. മാഷയെ നിത്യം കാണുന്നവരും അറിയുന്നവരുമാണ്. ഇന്നത്തെ പാനൽ ചർച്ചയിൽ പ്രധാനമായും ശ്രീധരൻ മാഷ് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാർഷിക അവബോധത്തിൽ നിന്ന് വാക്കുകളെ ഖനനം ചെയ്യുന്ന രീതി. പക്ഷേ ആ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ്, കാർഷിക പാരമ്പര്യത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്ന കാര്യം നമുക്കറിയാം. വാക്കിൻ്റെ ഉൽപ്പത്തി തേടി പോകുന്ന, അതിൻ്റെ എറ്റിമോളജി തേടി പോകുന്ന ഒരു ആളാണ് അദ്ദേഹം എന്നറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയുടെ പേര് തന്നെ കുഞ്ഞമ്പ ഭാഷയും ഇംഗ്ലീഷ് വാക്കുകളും എന്നാണ്. അതുപോലെ ഈ കൃതികളിലെ സംവാദാത്മക തലം വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്, പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് എന്നതും ശ്രീധരൻ മാഷ് ഉന്നയിച്ച ഒരു കാര്യമാണ്. PPP മുസ്തഫ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ സ്മരണികകൾ, പല വടക്കുണ്ടായിട്ടുള്ള പല സ്മരണികകളുടെയും എഡിറ്ററാണ് അദ്ദേഹം. നമുക്കറിയാം അദ്ദേഹം എഡിറ്ററുടെ ജോലിയിൽ നിന്നുകൊണ്ട് ചെയ്ത കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ ഈ സ്മരണിക എന്നത് അതിൻ്റെ രൂപഭാവത്തിൽ, അതിൻ്റെ ഉള്ളടക്കത്തിൽ വലിയ വിപ്ലവം കൊണ്ടുവന്നിട്ടുണ്ട് എന്നത് നമുക്കറിയാവുന്നതാണ്. ഉദനൂർ ഗ്രാമചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് EMS പഠന കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ഇറക്കിയ സ്മരണികയും ഉദനൂർ വിളകൊയ്ത്ത് സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുറത്തിറക്കിയ സ്മരണികയും ഒക്കെ അതിനുശേഷമുള്ള വിവിധ കളിയാട്ടങ്ങളുടെ സ്മരണികകൾ ഉൾപ്പെടെ EP-യുടെ കയ്യൊപ്പ് കാണാൻ പറ്റും. സിന്ധു ടീച്ചർ പ്രധാനമായിട്ടും അവരുടെ ഗവേഷണ പ്രബന്ധത്തിൽ ഊന്നിക്കൊണ്ട് പ്രത്യേകിച്ച് EP-യുടെ നാടകം ദേശം കേളു
ഈ രണ്ട് കൃതികളിൽ ഊന്നിക്കൊണ്ടാണ് സംസാരിച്ചത്. ഈ ഇപ്പോൾ ഇവിടെ ഇല്ല, നമ്മുടെ കമ്മ്യൂണിസ്റ്റുകളായ ശ്രീധരൻ മാഷനും സിന്ധു ടീച്ചറോടും അവർ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ആവാം, അതിനുള്ള സമയമാണ്. സംസാരിക്കുമ്പോൾ പ്രത്യയശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള ഒരു നിലപാടുകൾ പറയുന്നത് നന്നായിട്ട് തോന്നി. അത് ഒരു വ്യക്തതയിലായിരുന്നു. ഒന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം, എന്നാലേ അത് അതിൻ്റെ അവ്യക്തതയിൽ വന്നു. നമ്മുടെ ഈസ്റ്റേൺ വെസ്റ്റേൺ ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൈദ്ധാന്തിക തലങ്ങളെ മുൻനിർത്തിക്കൊണ്ടല്ല മാഷയുടെ പല ലേഖനങ്ങളും എന്നുള്ളതാണ്. അതാണ് വിചാരിച്ചത്. പ്രത്യയശാസ്ത്രത്തിന് മുകളിലൂടെയാണ് പോകുന്നതെന്നും സൈദ്ധാന്തിക ഭാരമില്ലാത്ത നാട്ടുവഴികളാണ് മാർക്കറ്റിൽ എന്നാണ് ഉപയോഗിച്ച വാദം തെറ്റാണ്. പെട്ടെന്ന് പറയുന്നത് തെറ്റെന്ന് പറഞ്ഞത് ആ വീക്ഷണത്തോട് യോജിക്കുന്നത്. കാരണം മാഷയുടെ നിലപാട് ഐഡിയോളജി എന്ന് പറയുന്ന ഡെഫിനിഷൻ കേവലമായി സൈദ്ധാന്തിക ക്രിറ്റിസിസത്തിന്റെ ഭാഗമാക്കുന്നില്ല. മലയാള സാഹിത്യത്തിൽ തന്നെ നിരൂപണത്തിൽ ഈ രാജഗോപാലന്റെ കൃതി അടിസ്ഥാനപരമായ അടിപ്പടവും ആശ്രിതത്തിൻ്റെതായിട്ടുള്ള ചരിത്രപരമായ ഭൗതികവാദമാണ്. അതിനുശേഷമാണ് ഘടനാവാദവും മറ്റൊക്കെ ഡീകൺസ്ട്രക്ഷനൊക്കെ വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് പ്രത്യയശാസ്ത്രം എന്നുള്ള വാക്ക് പ്രത്യേകിച്ച് സാഹിത്യ വിദ്യാർത്ഥികളൊക്കെ അധ്യാപകർക്ക് ഉപയോഗിക്കുന്നതിനടുത്ത് വളരെ ഗൗരവം വേണമെന്നും ആ ഗൗരവ ബോധാണ് കുറച്ചിട്ടുള്ളതെന്നും ആ ഇപ്പോൾ പറഞ്ഞതൊക്കെ കാരണം സൈദ്ധാന്തികമായ അല്ലാതെ ഭാരതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ജീവിത നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയാണ്. അതോട് പ്രത്യയശാസ്ത്രം എന്നതിന്റെ ഒരു ഡെഫിനിഷൻ അത് കൃത്യമായി ലോകവീക്ഷണമാണ്. ആ ലോകവീക്ഷണം വർദ്ധവീക്ഷണമാണ്. അങ്ങനെ വരുമ്പോൾ ഈ സൈദ്ധാന്തിക ഭാരമില്ലാത്ത പ്രത്യയശാസ്ത്ര ഭാരമില്ലാത്ത എന്ന് പറഞ്ഞാൽ അദ്ദേഹം വർഗാതീതമായ കാഴ്ചപ്പാടാണ് പുലർത്തുന്നത് എന്ന് പറഞ്ഞിരിക്കും. അത് അദ്ദേഹത്തിന് മൊത്തത്തിലുള്ള നിലപാടിന് വിരുദ്ധമാണെന്ന് ആദ്യത്തെ പരാമർശം ഇപ്പോൾ പ്രാരംഭിച്ചൊക്കെ ഏതെങ്കിലും ഒരു തിയറിയിൽ അധിഷ്ഠിതമായി കൊണ്ടല്ല അദ്ദേഹത്തിന്റെ കൂടുതൽ വാക്കുകൾ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കടന്നു പോകുന്ന വാക്കുകൾ എന്നോ അല്ലെങ്കിൽ ഈ എഴുത്തിലെ ഗ്രാമങ്ങളെന്നോ ഒരു പേരിന്റെ പോലും ഔചിത്യം ഉണ്ടാവില്ലായിരുന്നു. ശബ്ദരേഖയിൽ തുടങ്ങി കാസർഗോഡിലൂടെ നടന്ന് കേരളം മുഴുവൻ നടന്ന് ഇന്ത്യയിലൂടെ വന്ന് ലോകം മേൽവിലാസമാക്കി നൽകിയ എൻ്റെ പ്രിയ സുഹൃത്തും സാഹിത്യത്തിൻ്റെ പുരോഗതിയുമായി ശ്രീ രാജവർമ്മ. അദ്ദേഹത്തെക്കുറിച്ച് എനിക്കോ എൻ്റെ സഹപാഠി പ്രിയ സുഹൃത്തും സപ്തഭാഷ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ എം ശ്രീധരൻ, എൻ്റെ നാട്ടുകാരനെ ഡിഗ്രി കൊടുത്തവ അതുപോലെ കഴിഞ്ഞ് സിന്ധുവിലെ സംസാരിച്ചു. അത് ശ്രീധരൻ മാഷ് പറഞ്ഞ ചില കാര്യങ്ങളിലേക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ ലിപിയുടെ ചരിത്രം പിന്നെ നാടകങ്ങളിലേക്ക് ലിപി എങ്ങനെ വന്നു, നാടകം ശരിക്കും അഭിനയിച്ചിട്ടില്ല, പക്ഷെ നാടകം എഴുതി, എഴുതി, ദേശം എഴുതി. ഇത് ആ പ്രദേശത്തിൻ്റെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ബന്ധപ്പെട്ട്, അതായത് ഭാര്യയച്ഛൻ കർഷകനായിരുന്നു, അമ്മാമൻ കർഷകനായിരുന്നു, അങ്ങനെയൊക്കെ നിന്ന് വന്നത് ആണ് എന്ന രീതിയിലൊരു സൂചന. പക്ഷെ എനിക്ക് തോന്നുന്നു അത് മാത്രമല്ല, കൃഷിയിലൂടെ കാർഷിക സംസ്കാരത്തിലൂടെ നമുക്ക് നാടകങ്ങളുടെ കലയുടെ എല്ലാ രൂപവും വരും. എല്ലാം അഗ്രികൾച്ചർ, കൾച്ചർ അതുമായിട്ട് കണക്ഷൻ ഉണ്ട്. അതന്നെയാണ് സംസ്കാരം. പക്ഷെ അതിനപ്പുറം ഒരാളെ ശ്രീധരൻ മാഷം മറന്നുപോയോ എനിക്ക് സംശയം. അദ്ദേഹത്തിൻ്റെ പിതാവ് ഭാസ്കരൻ. അദ്ദേഹം കഴിവുറ്റ ഭാസ്കരൻ നായരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് എൻ്റെ ഫാദർ അബ്ദുൽ ഖാദർ മാഷ്, ഭാസ്കരൻ മാഷ്, പിന്നെ നായനാരി, ചൂടരാവ മാഷ്, ഇവരൊക്കെ ഒരു കാലഘട്ടത്തിൽ ആ ഭാഗത്ത് നാടക പ്രസ്ഥാനത്തിന് വളർത്തിയവരെ. ആ ഭാസ്കരൻ നായരുടെ മകനാണ് ഇ.പി. രാഘവൻ മാഷ്. അപ്പൊ അദ്ദേഹത്തിന്റെ പാരമ്പര്യം അദ്ദേഹത്തിന് കീഴുണ്ടാവില്ലേ, ആ ഒരു കഴിവ് അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാവില്ലേ. അങ്ങനെയായിരിക്കില്ലേ നാടകം. ഈ കൃഷിയും കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതിനപ്പുറം ഭാസ്കരൻ നായരൊക്കെ ബഹുമാനക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഭാസ്കരൻ നായരൊക്കെ സത്യം പറഞ്ഞ ഒരു വർഷം ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് കാണാൻ പോയപ്പോ ഇതായാലും ഒരു കാതർമാസം മോനാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത് എഴുന്നേറ്റ് കെട്ടിപ്പിടിച്ച് കഴിയലടാ നീ കാതറിന്റെ മോനെ ഞങ്ങളെ കുറിച്ച് നാടകം കളിച്ചത് ആ മേക്കപ്പ് അത്തരം ഒരു സംഭവത്തിലായ പഴയകാല നാടക അനുഭവങ്ങൾക്ക് വെച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ സങ്കടം അത്ര ഒരു വല്ലാത്ത വിഷമം വന്നു. അപ്പോൾ അങ്ങനെയൊരു ഭാസ്കരൻ നായർ എന്ന് പറയുന്നൊരു പിതാവ് വലിയൊരു നാടകത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ കിട്ടിയതും ആയിരിക്കണ്ടേ ഈ നാടകത്തോടുള്ള അഭിമുഖ്യം അല്ലെങ്കിൽ നാടകം എഴുതാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ
പല ആൾക്കാരും വിചാരിക്കും രാഷ്ട്രീയക്കാരനാണെങ്കിൽ മാത്രമേ സാഹിത്യകാരനും സാഹിത്യത്തിന്റെ രാഷ്ട്രീയം. അപ്പൊ സത്യത്തിൽ നല്ലൊരു രാഷ്ട്രീയക്കാരനായിരിക്കണം. രാഷ്ട്രീയക്കാരനായെങ്കിലേ ആവുള്ളൂ. പക്ഷെ അത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയം. അപ്പൊ അതായിരുന്നു ഇന്ദിരാ ഭാഷ. ഞാൻ ഒരിക്കലും അദ്ദേഹം അങ്ങനെയല്ല. അങ്ങനെ ആൾക്കാരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പല ആളും പറഞ്ഞുവെന്ന രീതിയിൽ ടി.പി. മുഹമ്മദ് ഒരിക്കലുമില്ല. രാജഗോപാൽ രാഷ്ട്രീയക്കാരനാണ്. പക്ഷെ അത് രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ കടിച്ചിരുന്നതിന്റെ കിരാതമായ വാഴ്ച നടക്കുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ രാഷ്ട്രീയക്കാരാവാതിരിക്കാൻ പറ്റുമോ? അത്തരം രാഷ്ട്രീയത്തിന്റെ എല്ലാ തെളിവുകളും എല്ലാ കാര്യങ്ങളെയും ജനങ്ങളിൽ കാണാറുണ്ട്. അപ്പൊ അതാണ് ഇതിന്റെ യോജന. പിന്നെ ഡോക്ടർ സിന്ധു പറഞ്ഞ നാടകം ദേശം കൂട്ടുകൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതും നാടിന്റെ ശീലികൾ, നാടിന്റെ ഗ്രാമീണ ഭാഷകളൊക്കെ വളരെ കറക്റ്റാണ്. അതുപോലെ തന്നെ ഈ കേളു അതിനകത്തെ ഏകദേശമായി സൂചിപ്പിച്ച വലിയൊരു കാര്യമാണ്. കേളു നായർ എന്ന വക്കാത്തിനുകൊണ്ട് കേളു എന്ന് നോക്കുമ്പോണ്ടാകുന്ന ആൾക്കാരുടെ അമർഷം അതും അവർ പഠിച്ച് വളരെ നന്നായി. അപ്പൊ എനിക്കുള്ളൊരു ഒരു ചോദ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിന് ബഹുമാന്യനായ എം ശ്രീകുമാർക്ക് മറുപടി പറയണം. വ്യക്തിഗതമായി മാറുന്ന പ്രഭാഷണം എന്ന് കരുതിയിട്ടാണ് ഭാസ്കരൻ നായരുടെ പേര് ഞാൻ പറയാറില്ല. ഈ ഭാസ്കരൻ നായരും എൻ്റെ അച്ഛനത് ഒന്നിച്ച് നാടകം നിർമ്മിച്ചിട്ടുണ്ടായി. ഞാൻ അതിനൊക്കെ എൻ്റെ ഉൾക്കൊള്ളിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട ഞാൻ പറയാതെ പോയത് ബാലകൃഷ്ണനെ കുറിച്ചാണ്, ഗുരുനാഥനെ കുറിച്ച് പറയുന്നത്. പക്ഷെ ഞാൻ അവിടെ ആനുഷംഗികമായിട്ട് സാന്ദർഭികമായിട്ട് നാടകത്തെക്കുറിച്ച് പറയാനുണ്ടായ കാരണം നാടകാന്തം കവിത്വം എന്നൊരു പരാമർശത്തെ സ്മരിച്ചുകൊണ്ടാണ്. തൻ്റെ കവിത്വത്തിൻ്റെ തൻ്റെ സർഗാത്മക ജീവിതത്തിൻ്റെ ഒരു പരിമിതി എന്നുള്ള നിലയിൽ നാടകരചനയും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് ആർ കെ നാരായണനെ ഞാൻ കൊണ്ടുവരികയും ആ ആർ കെ നാരായണന്റെ പേര് ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇതൊരു ടോട്ടൽ റൈറ്ററാണ്. എൻ്റെ കൺക്ലൂഷൻ അതാണ്. ഈ ഒരു ടോട്ടൽ റൈറ്ററാണ്. എങ്ങനെ ആർ കെ നാരായണനെ പോലെ മഹാശേഖ ദേവിയെ പോലെ എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പരാമർശം നടത്തിയത്. അദ്ദേഹം സൂചിപ്പിച്ചത് പ്രിയപ്പെട്ടവർ, ടി.പിയുടെ എഴുത്തിന്റെ ഗ്രാമങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് പാനൽ ചർച്ച നടന്നത്. ഈ ചർച്ച കഴിയുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ നമ്മൾ കൊടുത്തിട്ടുണ്ടായ ടൈറ്റിൽ നടന്നു പോകുന്ന വാക്കല്ല, നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോകുന്ന വാക്ക് എന്നാണ്. ഈ എഴുത്തുകാരന്റെ പിന്നാലെ ഓരോ ഗ്രാമത്തിൽ നിന്നും അദ്ദേഹത്തെ തൊട്ട് വിളിക്കുന്ന ഒരുപാട് വാക്കുകളുടെ ഒരു പ്രവാഹം നമ്മൾ അദ്ദേഹത്തിന്റെ എഴുത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ നിലവിളിച്ചുകൊണ്ടുള്ള വാക്കുകളെ ചേർത്ത് പിടിക്കുകയും അതേസമയം അതിൽ നിന്ന് ഉദവി മാറാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരനെയാണ് ടി.പി. രാജഗോപാൽ എന്ന എഴുത്താളനിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പാനൽ ചർച്ചയിൽ സ്വാഗതം ആശംസിച്ച ഡോക്ടർ പി.എം. സലീം, ഡോക്ടർ എം. ശ്രീധരൻ, എ.വി. സന്തോഷ് കുമാർ, ഡോക്ടർ സിന്ധു കിടക്കാരി, ഡോക്ടർ പി.ടി.പി. മുസ്തഫ എന്നിവർക്കും ഇത്ര സമയം ഇത് വളരെ ഗംഭീരമായി ശ്രമിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും നന്ദി.